സുഹൃത്തുക്കളെ, കേരള നവോത്ഥാനത്തിൻ്റെ പിന്മടക്കങ്ങൾ അത് മാനവികതയിൽ നിന്നും തിരിച്ച് പഴയ സ്വത്വ ബോധത്തിലേക്ക് എങ്ങനെയാണ് നാം കേരള സമൂഹം മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു അന്വേഷണം, ഒരു വലിയ ഗഹനമായ ഒരു വിഷയമാണ് അത് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ട, ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു വാക്കാണ് ഈ നവോത്ഥാനം എന്ന വാക്ക് കേരളത്തിൽ. അതിന് കാര്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ പോലും പലപ്പോഴും നവോത്ഥാനം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. കാരണം ആ വാക്കിനൊരു വാല്യൂ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് നവോത്ഥാനം എന്ന വാക്ക് പുനരുത്ഥാനവാദികൾ പോലും പലപ്പോഴും അത് ഉപയോഗിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം വളരെ സമ്പന്നമായൊരു നവോത്ഥാന ചരിത്രം. നേരത്തെ ഹരീഷ് പറഞ്ഞതുപോലെ അത് പാരമ്പര്യവുമായി ഉണ്ടായ അതിൻ്റെ ബന്ധവിച്ഛേദം, അതുപോലെ തന്നെ മത നവീകരണ പ്രസ്ഥാനങ്ങൾ, എങ്ങനെയാണ് മതങ്ങളിലും സമുദായങ്ങളിലുമൊക്കെ ഒരു പരിഷ്കരണ പ്രസ്ഥാനമായി നവോത്ഥാനം പ്രവർത്തിച്ചത്, അതിൻ്റെ ഫലമായുണ്ടായ ഒരുപാട് സാമൂഹ്യ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണത് അതിൻ്റെ ഭാഗമായി വന്ന രാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതും, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെ പിറകോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ രാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചെയ്തത് എന്നൊക്കെയുള്ളൊരു അന്വേഷണം എന്നത് ഒരു വളരെ ഗൗരവമായ, വളരെ ഗഹനമായ ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ നവോത്ഥാനത്തിൻ്റെ കേരള നവോത്ഥാനത്തിൻ്റെ പിന്മടക്കങ്ങൾ സാധ്യമാക്കിയത് അതിൻ്റെ നവോത്ഥാനത്തിനകത്ത് തന്നെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ ആണ് ഒരു പക്ഷേ നവോത്ഥാന മൂല്യങ്ങളുടെ അതിൻ്റെ പിന്മടക്കങ്ങൾക്ക് കാരണമായത് എന്ന് ഒരു വാദമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. നവോത്ഥാനത്തിൻ്റെ ദുരുപയോഗങ്ങൾ, നവോത്ഥാനം എന്ന വാക്കിൻ്റെ ദുരുപയോഗ സാധ്യത ഒരുപക്ഷെ റിനൈസൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നും അതിൻ്റെ ഒരു വിവർത്തനമാണ് നവോത്ഥാനം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഈ റിനൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഇതിൻ്റെ ദുരുപയോഗ സാധ്യത ഉള്ളത് എന്നത് കൊണ്ട് തന്നെ അത്തരം ദുരുപയോഗങ്ങൾക്ക് ചില ന്യായീകരണങ്ങളും നൽകാൻ പറ്റും. കാരണം അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താണ് റിനൈസൻസ്, എങ്ങനെയാണ് റിവൈവലിസം എന്ന് വന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അർത്ഥത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇംഗ്ലീഷ് അർത്ഥത്തിലുള്ളത്, മലയാളത്തിലുള്ള. നവോത്ഥാനം എന്നുള്ള വാക്കിൽ കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷെ അത് റിനൈസൻസ് എന്ന വാക്കിന് ഈ ഒരു അർത്ഥത്തിലുണ്ടായ ഒരു കൺഫ്യൂഷൻ, അത് പിന്നീട് എങ്ങനെയാണ് അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിന് സാധ്യമാക്കിയത് എന്ന് നമുക്ക് ഏറ്റവും
ഒരുപക്ഷെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് മാനവീകരണമാണ്, മാനവികതയാണ്. നവോത്ഥാനം മുന്നോട്ട് വെച്ചത് മാനവികതയാണ്. മതങ്ങളുടെയും സമൂഹത്തിൻ്റെയും ദർശനങ്ങളുടെയും ഒക്കെ ഈ മാനവികവൽക്കരണം അതുതന്നെയാണ് മതനിരപേക്ഷവൽക്കരണമായി മാറേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വീണ്ടും മനുഷ്യൻ വീണ്ടും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ നീരാളിപ്പിടുത്തത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ. അങ്ങനെ ഒരു പ്രതിഭാസത്തെ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്നിവിടെ ഇരുന്ന് ഈ ഒരു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും ഇന്ന് നവോത്ഥാനം നേരിടുന്ന ഈ ഭീഷണിയുടെ ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ അതിനോടുള്ളൊരു പ്രതികരണം എന്ന നിലക്കാണ്. ഇതിൻ്റെ ദുരുപയോഗ സാധ്യതയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളുള്ള പ്രത്യേകിച്ചും അതിൻ്റെ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ. കാരണം അടിസ്ഥാനപരമായി നവോത്ഥാനം എന്ന സങ്കല്പം ഒരു യൂറോപ്യൻ സങ്കല്പമാണ്, അതൊരു യൂറോപ്യൻ പ്രസ്ഥാനമാണ്. നവോത്ഥാനത്തെ നമുക്ക് അറിയാൻ നവോത്ഥാനത്തിന് പാരമ്പര്യവുമായിട്ടുള്ള ബന്ധം, അത് പാരമ്പര്യത്തോടുള്ള ഒരു വിച്ഛേദമായിരിക്കാം. എങ്ങനെയാണ് നവോത്ഥാനം പാരമ്പര്യത്തെ നേരിട്ടത്? അതാണ് യൂറോപ്യൻ നവോത്ഥാനമായാലും പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായ ഈ സാംസ്കാരിക സാമൂഹിക പുതിയ ഉണർവ്, റീബർത്ത്, റിനൈസൻസ് എന്നൊക്കെ പറയുന്ന ഈ ഇന്ത്യയിലെ 19ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ നവോത്ഥാനമായാലും അത് പാരമ്പര്യത്തിൽ നിന്നുള്ള പരമ്പരാഗതമായ വിശ്വാസ ലോകത്തിൽ നിന്നുള്ള അത്തരം ഒരു വിശ്വാസ ലോകത്തോടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. ഈ രണ്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും, യൂറോപ്യൻ നവോത്ഥാനത്തിനായാലും ഇന്ത്യൻ നവോത്ഥാനത്തിനായാലും പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്തു എന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പരമ്പരാഗതമായ മത, ജാതി, നാടുവാഴിത്ത വ്യവസ്ഥകളെ അത് ചോദ്യം ചെയ്തു. അതുപോലെ തന്നെയാണ് യൂറോപ്പിലും 14ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി 15, 16, 17 നൂറ്റാണ്ട് വരെ തുടർന്ന യൂറോപ്യൻ നവോത്ഥാനം യഥാർത്ഥത്തിൽ അതുവരെ നിലനിന്നിരുന്ന മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ചിന്താ രീതികളെയും ഫ്യൂഡൽ വ്യവസ്ഥകളെയും രാജാധികാരത്തെയും മതാധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്ത് ഒരു പുതിയ ആശയങ്ങളിലേക്കും രീതികളിലേക്കും സാമൂഹ്യ വ്യവസ്ഥയിലേക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയുടെ തുടക്കമായിരുന്നു നവോത്ഥാനം എന്ന് കാണാം. ഞാൻ പറഞ്ഞു ജ്ഞാനോദയത്തിൻ്റെ നയിച്ചത് ഞാൻ നവോത്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. നവോത്ഥാനത്തിൽ നിന്നാണ് പിന്നീട് യൂറോപ്പിൽ മതനവീകരണ പ്രസ്ഥാനം, പ്രൊട്ടസ്റ്റാൻറ്റിസം എന്നൊക്കെ പറയുന്ന മതനവീകരണ പ്രസ്ഥാനം 17ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നത്. ഈ നവോത്ഥാനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നാണ് പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ വൈജ്ഞാനിക മേഖലയിലുണ്ടായ ഒരുപാട് വൈജ്ഞാനിക മേഖലയിൽ കണ്ടെത്തലുകൾ, ഇപ്പം കെപ്ലറെ പോലെ, ന്യൂട്ടൺ, ഈ ഗലീലിയോ, ഇവരെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളും പിന്നീട് യൂറോപ്പിലുണ്ടാക്കിയ വൻ മാറ്റങ്ങളും ജ്ഞാനോദയമെന്ന് പറയുന്ന എൻലൈറ്റൻമെൻറ്റ് ഏജിൻ്റെ തുടക്കവും യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവവും ഒക്കെ അതിൻ്റെ ഈ നവോത്ഥാനത്തിൻ്റെ ഒരു തുടർച്ചയാണ്. നവോത്ഥാനം യൂറോപ്പിൽ അതൊരു നീണ്ട പ്രക്രിയയാണ്. 14ാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് പറഞ്ഞു, അത് 15, 16 വരെ നീണ്ടു നിന്നു. അപ്പോൾ 3 നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന ഒരു പ്രക്രിയയായിരുന്നു യൂറോപ്പിൽ നവോത്ഥാനമെങ്കിൽ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ
പാതിയിൽ ബംഗാളിൽ തുടങ്ങുകയും പിന്നീട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്ത ഈ ഇന്ത്യയിലെ നവോത്ഥാനം യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു. കാരണം ഇവിടെ ഈ പാരമ്പര്യവുമായുള്ള ചോദ്യം ചെയ്യലും അതിനെ തുടർന്നുള്ള മതനവീകരണ പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ എൻലൈറ്റൻമെൻറ്റിൻ്റെ തുടക്കവുമൊക്കെ ഇന്ത്യയിൽ ഒരു പാക്കേജ് ആയിരുന്നു വന്നത്. യൂറോപ്പിലെ പോലെ അത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒന്നിൻ്റെ എക്സ്റ്റൻഷൻ മറ്റൊന്ന് എന്ന രീതിയിലല്ല ഇന്ത്യയിലുണ്ടായത്. അത് ഇവിടെ ഈ മൂന്നും നവോത്ഥാനമായാലും റിനൈസൻസ് ആയാലും റിഫോർമേഷൻ അതായത് മതനവീകരണ പ്രസ്ഥാനം ആയാലും അതുപോലെ തന്നെ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ഏജ് ഓഫ് റീസൺ എന്നുള്ളതായാലും ഇവിടെ ഇത് മൂന്നും ഒറ്റ ഒരു കോമ്പോണൻറ്റ് എന്ന രീതിയിലാണ് ഇവിടെ അത് ഉയർന്നു വന്നത് ഇന്ത്യയിൽ. അതിന് ഇന്ത്യയിൽ അങ്ങനെ ഒരു ആശയം റിനൈസൻസ് മൂവ്മെൻറ്റ് ഒരു നവോത്ഥാന ചിന്ത ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം നമ്മുടെ കൊളോണിയൽ മൊഡേണിറ്റി ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈ കൊളോണിയൽ മൊഡേണിറ്റി എന്ന് പറയുന്നത് അധിനിവേശത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ അറിവിൻ്റെ മേഖലയിലും ചിന്തയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളും മറ്റും വരുത്തിയത് കൊണ്ടാണ് ഈ ഒരു കൊളോണിയൽ മൊഡേണിറ്റിയുടെ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നവോത്ഥാനം ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതാണ് നമുക്ക് ഈ കൊളോണിയൽ മൊഡേണിറ്റി ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതിൻ്റെ വ്യാപ്തിയൊക്കെ വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വ്യത്യസ്ത മേഖലകളെ സ്പർശിക്കുന്ന മാറ്റങ്ങൾക്ക് ഒക്കെ കാരണമായത് ഈ കൊളോണിയൽ മൊഡേണിറ്റി, കൊളോണിയൽ ആധുനികതയാണ് എന്ന് കാണാൻ കഴിയും. അതിന് ഈ ഇന്ത്യയിലെ നവോത്ഥാനത്തിന് ഒരു ഏകാത്മകമായ ഒരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചില ഘട്ടങ്ങളിൽ അത് മതാത്മകമാണ്, ആത്മീയമായ തലം അതിനുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും അതിന് ഒരു ഭൗതിക തലമുണ്ടായിരുന്നു, മതാത്മകമല്ലാത്ത മതേതരമായ സ്വഭാവമുണ്ടായിരുന്നു. ഇത് മതനവീകരണ പ്രസ്ഥാനത്തിലും സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യങ്ങൾ ഉണ്ടാക്കിയ ഇന്ത്യയെപ്പോലുള്ള സമൂഹങ്ങളുണ്ടാക്കിയ ജാതി വഴക്കങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനമായ സവിശേഷത അതിൻ്റെ മാനവികതയാണ്. മനുഷ്യൻ കേന്ദ്ര പ്രമേയമായി മാറി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. കാരണം അതുവരെ മനുഷ്യൻ ഈ വിശ്വാസ ലോകത്തിലും നമ്മുടെ പഴയകാല പാരമ്പര്യങ്ങളിലുമൊക്കെ മനുഷ്യൻ നിഷ്കാസിതനായിരുന്നു. ആ നിഷ്കാസിതനായ മനുഷ്യനെ മനുഷ്യ വ്യവഹാരങ്ങളുടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കേന്ദ്ര പ്രമേയമാക്കി മാറ്റാൻ അതിൻ്റെ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട വിഷയമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് നവോത്ഥാനത്തിൻ്റെ വലിയ ഒരു സവിശേഷത എന്ന് കാണാൻ പറ്റും. ഈ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു യൂറോപ്യൻ ചരിത്രം ഒന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത് നവോത്ഥാനത്തിൻ്റെ ദുരുപയോഗത അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് റിനൈസൻസിലാണെന്ന് ഞാൻ പറഞ്ഞു. റിനൈസൻസിനെ കുറിച്ചുള്ള രണ്ട് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ വന്ന അർത്ഥമാണ് ഞാനിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതിലൊന്ന് ആദ്യത്തേത് പറയുന്നത് 14-ാം നൂറ്റാണ്ടിൽ എല്ലാ ചരിത്രകാരന്മാരും റിനൈസൻസിൻ്റെ ചരിത്രകാരന്മാരും അതേതാണ്ട് സമ്മതിക്കുന്നതാണ്. 14-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ
ആണ് ഇത് തുടങ്ങിയത് എന്നാണ്. അത് പ്രത്യേകിച്ചിട്ടും ഇറ്റലിയിലാണ് അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതും 15-16 നൂറ്റാണ്ട് വരെ തുടർന്നതുമായ ക്ലാസിക്കൽ മോഡലുകൾ എന്ന് പറയുന്നത് ഗ്രീക്ക് റോമൻ മോഡലുകൾ, മാതൃകകളെ, പഴയ പ്രാചീന ഗ്രീക്ക് റോമൻ മാതൃകകളുടെ സ്വാധീനത്തിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും മേഖലയിലുണ്ടായ ഒരു മഹത്തായ പുനരുജ്ജീവനം, അതാണ് റിവൈവൽ. പുനരുജ്ജീവനമാണ് ഒരു ഉണർവ്. പുനരുജ്ജീവനം എന്നിവിടെ പറയുന്നത് ഒരു റീബർത്ത്, ഒരു പുതിയ ഉണർവ്. അതാണ് ആദ്യത്തെ അർത്ഥത്തിൽ റിനൈസൻസിൻ്റെ അർത്ഥം. രണ്ടാമത്തത് കലാസാംസ്കാരിക മേഖലയിൽ പുത്തൻ ജീവിതവും ശ്രദ്ധേയമായ മികവും ഉണ്ടാവുന്ന ഏതെങ്കിലും പുതിയ ഉണർവോ അത്തരം കാലമോ ഒക്കെ അടയാളപ്പെടുത്താൻ നമുക്ക് റിനൈസൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. ഇതിൽ ഈ രണ്ട് അർത്ഥത്തിലും കാണുന്നത്, ഒന്ന് വളരെ ചരിത്രബദ്ധമാണ്. അത് ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിച്ച ഉണ്ടായ ഒരു പ്രസ്ഥാനത്തെ, ഒരു ചിന്താ പ്രസ്ഥാനത്തെയാണ് നവോത്ഥാനം എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് 14, 15, 16 നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന ഒരു ചിന്താ പ്രസ്ഥാനം. മറ്റേതാണെങ്കിൽ ഏത് സമൂഹത്തിലും സംഭവിക്കാവുന്ന ഒരു പുതിയ ഉണർവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കാലത്തും ഒരു പുതിയ നവീനമായ ചിന്തകളും നവീനമായ ആശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ റിനൈസൻസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഒന്ന് ചരിത്ര സ്പെസിഫിക്കാണ്, ഹിസ്റ്ററി സ്പെസിഫിക്കാണ്. മറ്റേത് കുറേ കൂടി എഹിസ്റ്റോറിക്കൽ എന്ന് പറയാം. അത് ഏത് കാലത്തും. ഇപ്പം ശ്രീബുദ്ധൻ നമുക്ക് വേണമെങ്കിൽ റിനൈസൻസിൻ്റെ ഒരു ആദ്യകാല രൂപമാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് 8-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനം, അതും ഒരർത്ഥത്തിൽ റിനൈസൻസ് ആണ് എന്ന് കാണാം, ആ രണ്ടാമത്തെ അർത്ഥപ്രകാരം. പക്ഷെ നമ്മൾ റിനൈസൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ യൂറോപ്യൻ ചരിത്ര പശ്ചാത്തലത്തിൽ ആണ്. ആ യൂറോപ്യൻ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊളോണിയൽ മൊഡേണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഈ റിനൈസൻസ്, നവോത്ഥാനം വരുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ റിനൈസൻസിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥത്തിലുള്ളൊരു കൺഫ്യൂഷൻ, അതായത് അത് ഒരേ സമയം തന്നെ അത് പുനരുജ്ജീവനം എന്ന് പറയാം. ആ അർത്ഥത്തിൽ അതൊരു പുനരുത്ഥാനമാണ്. അതായത് പുനരുത്ഥാനം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട, നവോത്ഥാനത്തിന് വിരുദ്ധമായ, നവോത്ഥാനമാണെങ്കിൽ കാലഹരണപ്പെട്ട ചിന്തകളെയും ആശയങ്ങളെയും എതിർക്കുകയാണ് എങ്കിൽ, പുനരുത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലഹരണപ്പെട്ട ആശയങ്ങളും വ്യവസ്ഥകളെയും തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്നത്, ഈ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നമ്മൾ കാണുന്നത്, പലപ്പോഴും നമ്മൾ ഇല്ലാതാക്കി എന്ന് കരുതുന്ന ഒരുപാട് വിശ്വാസങ്ങളും രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ വളരെ ശക്തമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അപ്പം ഈ യൂറോപ്യൻ മധ്യകാലത്തിൻ്റെ, മിഡിൽ ഏജിൻ്റെയും ജ്ഞാനോദയാനന്തര ആധുനികതയുടെയും, ജ്ഞാനോദയം എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നതാണ് ജ്ഞാനോദയം. അതോടുകൂടി പാരമ്പര്യവുമായിട്ടുള്ള ബ്രേക്ക് പൂർണ്ണമാവുകയാണ്. അപ്പം നവോത്ഥാനത്തിൽ നിന്ന് തുടങ്ങി മതനവീകരണത്തിലൂടെ ജ്ഞാനോദയാനന്തര ആധുനികതയിലേക്കെത്തിയ ഈ ആധുനികതയെയും പഴയ മധ്യകാല യുഗത്തെയും, യൂറോപ്യൻ മധ്യകാല യുഗത്തെയും വേർതിരിക്കുന്ന ഒരു പരിണാമകാലമാണ് ഈ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ചുവടുവെപ്പ് അല്ലെങ്കിൽ ചുവടുമാറ്റമാണ് സാഹിത്യ സൃഷ്ടിയുടെ മേഖലയിൽ അന്ന് നടന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഡാൻറ്റെ അലിഗേരി എന്ന ഇറ്റാലിയൻ കവി ആദ്യമായി തൻ്റെ മഹാകാവ്യമായ ഡിവൈൻ കോമഡി, അതിൻ്റെ ഒരു
പാർട്ടിൻ്റെ ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി എന്ന മഹാകാവ്യം ആദ്യമായി ഇറ്റാലിയൻ ഭാഷയിലാണ് എഴുതുന്നത്. അന്ന് വരെ, അക്കാലം വരെ നിലനിന്നിരുന്ന കീഴ്വഴക്കം എന്താണെന്ന് വെച്ചാൽ, ഗൗരവമേറിയ സാഹിത്യ കാവ്യ സൃഷ്ടികളും അതുപോലെ തന്നെ ശാസ്ത്രകൃതികളുമൊക്കെ ലാറ്റിൻ ഭാഷയിലായിരുന്നു, മൃതഭാഷയായിരുന്ന ലാറ്റിൻ ഭാഷയിലായിരുന്നു എഴുതപ്പെട്ടിരുന്നെങ്കിൽ ആദ്യമായി ഇറ്റാലിയൻ ഭാഷയിൽ വെർണാക്കുലർ ലാംഗ്വേജ്, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന, ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുകയും ചെയ്തു എന്നതാണ്. അതാണ് ഒരു അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെയൊക്കെ ഒരു ജനകീയവൽക്കരണം, ഒരു മാനവികവൽക്കരണത്തിൻ്റെ തുടക്കം കുറിച്ചു ഈ ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ ഇറ്റാലിയൻ ഭാഷയിലുള്ള ഇറ്റാലിയൻ ഭാഷയിൽ എഴുതപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് എല്ലാ റിനൈസൻസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ ഈ ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ ഒരു വലിയ ലാൻഡ്മാർക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പലപ്പോഴും ഞാൻ അതിൻ്റെ ഒരു ഡെഫിനിഷനിൽ കണ്ടു, യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ ഉറവിടം, അതിൻ്റെ സ്രോതസ്സ്, അത് ഗ്രീക്ക് റോമൻ, പ്രാചീന ഗ്രീക്ക് റോമൻ സാഹിത്യ സംസ്കാര സൃഷ്ടികളും അന്നത്തെ രീതികളുമൊക്കെ ആയിരുന്നു എന്നാണ് അതിൻ്റെ ഡെഫിനിഷനിൽ കാണുന്നത്. അതാണ് റിവൈവൽ എന്ന് പറയുന്നത്. യൂറോപ്പിൽ പുതുതായി ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളോട് ഉള്ള ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ്, അതിലേക്കുള്ള റിവൈവൽ, അതാണ് യഥാർത്ഥത്തിൽ റിനൈസൻസ് എന്നാണ് ഈ റിനൈസൻസിൻ്റെ ഒരു ചരിത്രം. പക്ഷേ ഇതിനെ പലപ്പോഴും ഇതൊരു യൂറോ കേന്ദ്രീകൃത, ഒരു യൂറോ സെൻട്രിക് പെർസെപ്ഷനാണ്, ഒരു വീക്ഷണമാണ് എന്ന് കരുതുന്നവരുമുണ്ട്. പ്രത്യേകിച്ചിട്ടും ഉത്തരാധുനിക എഴുത്തുകാരും ചിന്തകരൊക്കെ ഇങ്ങനെ നവോത്ഥാനത്തിൻ്റെ ഉറവിടം യൂറോപ്പ് തന്നെയാണ്, യൂറോപ്പിൻ്റെ റിവൈവലിന് കാരണം യൂറോപ്പിൻ്റെ പഴയ സംസ്കാരം തന്നെയാണ് എന്ന് കരുതുന്നതിൽ ഒരു യൂറോ സെൻട്രിസമുണ്ട്. യഥാർത്ഥത്തിൽ മഹത്തായ കാര്യങ്ങളൊക്കെ പല കാലത്തും പല നാടുകളിലും പല സംസ്കാരങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പ് തന്നെയാണ്, എല്ലാ മഹത്വങ്ങളുടെയും ഉറവിടം യൂറോപ്പ് തന്നെയാണ് എന്ന് കാണുന്നതിൽ ഒരു യൂറോ സെൻട്രിക് പെർസെപ്ഷനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ശരിയാണ്, യൂറോപ്പല്ലാത്ത ഇതര സംസ്കാരങ്ങളിലൊക്കെ ഒരുപാട് നവീനമായ ചിന്തകളും ആശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ശരിയാണ്. പക്ഷെ നാം ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ആധുനികതയ്ക്ക്, ഇന്ന് നാം അറിയുന്ന ആധുനികതയ്ക്ക്, ആധുനിക സംസ്കാരത്തിന്, ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു സ്രോതസ്സ് അത് ഈ പറയുന്ന യൂറോ കേന്ദ്രീകൃതമായ ഒരു നവോത്ഥാനം തന്നെ ആണ് എന്ന് കരുതുന്നത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. അപ്പം യൂറോപ്പിൽ പാരമ്പര്യങ്ങളെയായിരുന്നു നവോത്ഥാനം ചോദ്യം ചെയ്തത്. അതിൻ്റെ വെല്ലുവിളിച്ചത് അന്ന് നിലനിന്നിരുന്ന മതമേധാവിത്വത്തോടും അതുപോലെ തന്നെ രാജാധികാരത്തോടും ഫ്യൂഡലിസത്തോടും ഒക്കെ ആയിരുന്നു അന്ന് ഈ നവോത്ഥാനം ചോദ്യം ചെയ്തത്. അതിൻ്റെയൊക്കെ സംസ്കാരത്തെയാണ് ചോദ്യം ചെയ്തത്. അതിൻ്റെ ഫലമായാണ് യൂറോപ്പിൽ പിന്നീട് ഒരു ഫ്രീ തിങ്കിങ് എന്നത് ഉരുത്തിരിഞ്ഞു വരുന്നതൊക്കെ. അതായത് അതുവരെ മനുഷ്യൻ്റെ അറിവുകളും മറ്റും നിശ്ചയിച്ചിരുന്നത് അത് മതങ്ങളായിരുന്നു. മതങ്ങൾക്കും മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കുമായിരുന്നു അറിവിൻ്റെ കുത്തകയെങ്കിൽ ഈ നവോത്ഥാനാനന്തര ലോകം കണ്ടത് അറിവിൻ്റെ മനുഷ്യവൽക്കരണവും അതുപോലെ തന്നെ മതനിരപേക്ഷവൽക്കരണമാണ്, സെക്യുലറൈസേഷൻ ഓഫ് നോളജ്. അത് ആണ് നമ്മൾ 18-ാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെൻറ്റ് ഏജിൽ കാണുന്നത്. അതാണ് ഈ അറിവിൻ്റെ സെക്യുലറൈസേഷൻ ഓഫ് നോളജ്, ഹ്യൂമൻ നോളജ്. ഈ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും
നിലനിന്നിരുന്ന കാലഹരണപ്പെട്ട എന്താ പറയുക സമ്പ്രദായങ്ങളെ പാരമ്പര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പുനരുത്ഥാനം. എന്നാൽ നവോത്ഥാനമാവട്ടെ അറിവിൻ്റെ ഈ സെക്കുലറൈസേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ അറിവിൻ്റെ മതനിരപേക്ഷവൽക്കരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നത്. സ്വതന്ത്രമായ ഒരു സെക്കുലറായിട്ടുള്ളൊരു നോളജ് അത് ഇന്ന് വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മതപുനരുത്ഥാന ശക്തികൾ വീണ്ടും തിരിച്ച് അറിവിൻ്റെയും മറ്റും മേഖലയിലേക്ക് കടന്നു കയറി എല്ലാം ഈക്വലാണ്. എന്താണ് സെക്കുലറായിട്ടുള്ള നോളജും ശാസ്ത്രീയമായ അറിവുകളും ശാസ്ത്രീയേതരമായ അറിവുകൾക്കും ഒരേ സ്ഥാനമാണ് എന്ന ഒരു കൾച്ചറൽ റിലേറ്റിവിസ്റ്റ് ഒരു വീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊക്കെ ഒരുപാട് പങ്ക് വഹിച്ചവരാണ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമായ ഉത്തരാധുനിക ചിന്ത എന്ന് കാണാൻ പറ്റും. ഞാനതിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ പുനരുത്ഥാനവാദം എന്നത് പല രൂപങ്ങളിലാണ് ഇന്ന് വരുന്നത്. നേരത്തെ ജാതി വ്യവസ്ഥയായും ജാതി സമ്പ്രദായങ്ങളൊക്കെ ആയിട്ട് നിലനിന്നിരുന്ന ഈ പഴയ പാരമ്പര്യങ്ങളൊക്കെ പുതിയ രൂപത്തിൽ അത് ഒരുപക്ഷെ സങ്കുചിത ദേശീയതയായിട്ടാവാം, മതമൗലികവാദമായിട്ടാവാം, അന്ധവിശ്വാസമാവാം, അതുപോലെ തന്നെ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന ശാസ്ത്ര വിരുദ്ധതയായിട്ടും ആവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നവോത്ഥാനത്തിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു ഫീച്ചർ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, പക്ഷേ പ്രബലമായ ഒരു കാര്യം പറയാൻ പറ്റുന്നത് അതിൻ്റെ മാനവീകരണമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹ്യൂമനൈസേഷൻ ഓഫ് എവറിത്തിങ്, അതാണ് ഏറ്റവും സവിശേഷമായത്. മനുഷ്യൻ ഹാസ് ബിക്കം സെൻട്രൽ ടു എവറി ആക്ടിവിറ്റി ഓഫ് അവർ അഫയേഴ്സ് എന്ന ഒരു കേന്ദ്ര ബിന്ദുവായി മാറി എന്നതാണ്. അത് യൂറോപ്പിൽ എന്ന പോലെ തന്നെ ഇന്ത്യയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. മനുഷ്യനാണ് ഇമ്പോർട്ടൻ്റ്. മതങ്ങളെപ്പോലും മാനവികവൽക്കരിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിൽ എന്ന പോലെ ഇന്ത്യയിലും മത നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ വന്നത്. മതങ്ങളെ നവീകരിക്കുക എന്ന് വെച്ചാൽ അത് കുറേ കൂടി മനുഷ്യ കേന്ദ്രീകൃതമാക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. രണ്ടിലും, അതായത് യൂറോപ്യൻ നവോത്ഥാനത്തിലും ഇന്ത്യൻ നവോത്ഥാനത്തിലും പൊതുവായി കാണുന്നത് ഈ മാനവീകരണമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ നല്ല ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒരു വലിയ ആശയം. യഥാർത്ഥത്തിൽ മനുഷ്യ കേന്ദ്രീകൃതമാവണം മതങ്ങൾ, സമുദായങ്ങൾ എന്നതിൻ്റെ ഒരു വലിയ സന്ദേശമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ എന്ന് കാണാൻ പറ്റും. അതിൽ ആധുനികത യഥാർത്ഥത്തിൽ കണ്ട മനുഷ്യൻ, അത് വളരെ പ്രധാനമാണ്. ആരാണ് മനുഷ്യൻ? ആധുനികത കണ്ടത് ഒരു സാർവത്രികനായ മനുഷ്യനെയാണ്. യൂണിവേഴ്സലൈസേഷനാണ് ആധുനികതയുടെ പ്രത്യേകത. ഏതെങ്കിലും സംസ്കാരത്തിലോ ഏതെങ്കിലും മനുഷ്യ സമൂഹത്തിലോ വിഭാഗത്തിലോ അതിൻ്റെ ആ വിഭാഗത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ജാതിയുടെ, ഗോത്രത്തിൻ്റെ ഒക്കെ അടയാളങ്ങൾ പേർന്ന അതിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെയല്ല ആധുനികത കണ്ടത്. മറിച്ച് സാർവത്രിക സ്വഭാവങ്ങൾ, സന്തുഷ്ടിയിലും ദുഃഖത്തിലും അനുഭവങ്ങളിലുമൊക്കെ സാർവത്രികനായ മനുഷ്യനെയാണ് ആധുനിക മുന്നോട്ട് വെച്ച മനുഷ്യൻ. അതുകൊണ്ടാണ്
ഈ മനുഷ്യനാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൽ കാണുന്നത് ജാതി സമ്പ്രദായങ്ങളിൽ നിന്നും മുക്തനാക്കപ്പെട്ട മനുഷ്യൻ. ഈ സാർവത്രിക മനുഷ്യ സങ്കല്പമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ സതി നിരോധിക്കാനുള്ള അതിനെ പ്രചോദിപ്പിച്ചത് ഈ ആധുനികതയിലുള്ള മനുഷ്യ സങ്കല്പമാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള മനുഷ്യരല്ല, മറിച്ച് ആധുനികമായ സാർവത്രിക സ്വഭാവമുള്ള മനുഷ്യ സങ്കല്പം. അതാണ് ഈ നവോത്ഥാനം മുന്നോട്ട് വെച്ച മനുഷ്യ സങ്കല്പം എന്നത്, സാർവത്രിക മാനവികത. ഇന്ന് ഉത്തരാധുനിക ചിന്തയുടെയൊക്കെ ഫലമായിട്ട് ഈ സാർവത്രിക മാനവികത എന്നത് വളരെയധികം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പം കൊളോണിയൽ മൊഡേണിറ്റിയെക്കുറിച്ച് പറഞ്ഞു. കൊളോണിയൽ മൊഡേണിറ്റി മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യൻ സാർവത്രികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ മറ്റൊരു ഗോത്രത്തിൻ്റെ അടയാളം പേറുന്ന മനുഷ്യനാണ്. അത് വൈറ്റ് യൂറോപ്യൻ മെയിലാണ് എന്നാണ് ഉത്തരാധുനിക ചിന്തകർ പറയുക. അതങ്ങനെ ഒരു സാർവത്രിക മനുഷ്യനല്ല, വെള്ളക്കാരനായ യൂറോപ്യൻ മനുഷ്യൻ. അവരെയായിരുന്നു ഈ യൂറോപ്യൻ ആധുനികതയും മൊഡേണിറ്റി, അതായത് നവോത്ഥാനാനന്തരമുണ്ടായ ആധുനികത മുന്നോട്ട് വെച്ചത് യൂറോപ്യൻ മെയിലിനെയാണ് എന്നാണ് ഈ ഉത്തരാധുനിക ചിന്ത. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം മനുഷ്യസങ്കല്പങ്ങൾ, സാർവത്രികമായ മനുഷ്യസങ്കല്പം അസാധ്യമാണ്. ഓരോ മനുഷ്യനും സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നം മാത്രമാണ്. ആ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെ ആഘോഷിക്കുക എന്നത് മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഓരോ സംസ്കാരത്തിലും എന്തൊക്കെയാണ് നിലനിൽക്കുന്നത് അതാണ് ആ സംസ്കാരത്തിൻ്റെ സത്യം. സാർവത്രികത എന്നത് ഒരു കള്ളക്കഥയാണ്. അതൊരു യൂറോപ്യൻ കൺസ്ട്രക്റ്റാണ്, ഒരു നിർമ്മിതി മാത്രമാണ് എന്ന് പറയുന്ന ഉത്തരാധുനികർക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സാഹചര്യം കൂടി ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചിട്ടും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ ശക്തമാണ് എന്ന് കാണാം. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് നേരിടേണ്ടി വരുന്നതും അത്തരം കപട സിദ്ധാന്തങ്ങളെ ആണെന്നാണ്. ഈ കപട സിദ്ധാന്തങ്ങളുടെ സമ്മതിയോടുകൂടിയാണ്, അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു ജസ്റ്റിഫിക്കേഷനിലൂടെയാണ് പലപ്പോഴും ഈ പുനരുത്ഥാന രീതികളും പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് നാം കരുതിയ പല അന്ധവിശ്വാസങ്ങളും തിരിച്ച് വരുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വൈറ്റ് ഹ്യൂമൻ മെയിലാണെങ്കിൽ എന്തിനാണ്, അതാണ് ഒരു ഇന്ത്യയിൽ ആധുനികതയുടെ ഭാഗമായിട്ട് സതീ സമ്പ്രദായം നിരോധിച്ചു. അതിനൊരു രസകരമായൊരു കഥയുണ്ട്. ഒരുപക്ഷെ ഉത്തരാധുനിക ആപേക്ഷികത മാനവികതയെ ഏറ്റവും നന്നായി പരിഹസിക്കാൻ പറ്റുന്ന ഒരു കഥയല്ല, ഇത് ശരിക്കും നടന്നതാണ്. അതായത് ചാൾസ് നേപ്പിയർ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപൻ, അതായത് ഇന്ത്യയിലേക്ക് 1842 ഇന്ത്യയിൽ കമാൻഡറായിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു, ബ്രിട്ടീഷ് ആർമിയുടെ കമാൻഡറായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അന്ന് ഈ സതീ സമ്പ്രദായം നിരോധിച്ചത് കഷ്ടായിപ്പോയി, അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന പരാതിയുമായിട്ട് ചാൾസ് നേപ്പിയറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ചാൾസ് നേപ്പിയർ പറഞ്ഞത് ഇതാണ്: എൻ്റെ നാട്ടിലൊരു സംസ്കാരമുണ്ട്, അതിതാണ്, അതായത് സ്ത്രീകളെ ചുട്ട് കൊല്ലുന്നവരെ തൂക്കിക്കൊല്ലുക, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും അവരവരുടേതായ സംസ്കാരം അങ്ങ് നടത്തിക്കോട്ടെ എന്നാണ്. എൻ്റെ നാട്ടിലെ സംസ്കാരം ഇതാണ്, കൊല്ലുക എന്നുള്ളതാണ്, ഈ സ്ത്രീകളെ ചുട്ട് കൊല്ലുന്നവരെ. അപ്പോൾ അതാണ് ആപേക്ഷികതയാണെങ്കിൽ അതും ആപേക്ഷികമാണെന്നുള്ളൊരു പരിഹാസമായിരുന്നു ചാൾസ് നേപ്പിയർ അവിടെ നടത്തിയത്. ഇവിടെ ഞാൻ ഈ മാനവികവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് റാഫേൽ എന്ന ഇറ്റാലിയൻ ചിത്രകാരൻ്റെ 15-16 നൂറ്റാണ്ടുകൾ ജീവിച്ച ഇറ്റാലിയൻ ചിത്രകാരനായ റാഫേലിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ചിത്രമാണ് ദ മെഡോണ ആൻഡ് ദ ചൈൽഡ് എന്നത്. അതായത് കന്യാമറിയവും ഉണ്ണിയേശുവും എന്ന് പറയാൻ പറ്റും. ഇതിൽ ഈ ചിത്രത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ഉദാഹരണമായി വേണമെങ്കിൽ കാണിക്കാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണിത്. കാരണം മനുഷ്യനെയാണ് നവോത്ഥാനം മുന്നോട്ട് വെച്ചത്, മതങ്ങളെയല്ല, മതാത്മകതയെയല്ല. ഇതിൽ കാണുന്ന ഉണ്ണിയേശുവിലും അതുപോലെ തന്നെ മറിയത്തിലും നമ്മൾ കാണുന്നത്
മനുഷ്യഭാവങ്ങളാണ്. മനുഷ്യഭാവങ്ങളെയാണ് ഇവിടെ ചിത്രകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തരം ഒരുപാട് ചിത്രങ്ങൾ അക്കാലത്തെ നവോത്ഥാന കാലത്തെ പെയിൻറ്റിങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ മേഖലയിലാണ് യൂറോപ്പിൽ ഈ നവോത്ഥാനം ആദ്യമായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് കൂടുതലും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ രൂപത്തിലാണ് എങ്കിൽ, ഇപ്പം പരമ്പരാഗതമായ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതാധികാരത്തിലോ അധിഷ്ഠിതമായിരുന്നില്ല. അതുവരെ അതിലൊക്കെ അധിഷ്ഠിതമായിരുന്ന മനുഷ്യ ജീവിതം അതിൽ നിന്നൊക്കെ സ്വതന്ത്രമായി മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് മനുഷ്യ സംതൃപ്തിയിലാണെന്ന് ഉള്ള ഒരു കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ദൈവത്തെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ രാജാവിനെ പ്രീതിപ്പെടുത്തുക, നാടുവാഴിയെ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ മതങ്ങളെ സുഖിപ്പിക്കുക, ഇതൊന്നുമല്ല. മറിച്ച് നമ്മുടെ തന്നെ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് തന്നെയുള്ള നമ്മുടെ സംതൃപ്തിയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന ചിന്തയാണ് ആദ്യമായിട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ഒരു ആശയത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ മാനവികത ഒരു വലിയ ഒരു ആശയമായിട്ട് വരുന്നത്. അയ്യങ്കാളി, അതുപോലെ തന്നെ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘവും, അതുപോലെ പൊയ്കയിൽ ശ്രീകുമാര ഭഗവാൻ ഗുരുദേവൻ സ്ഥാപിച്ച സംഘത്തിലൊക്കെ അതിലൊക്കെ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ട അധകൃത വർഗങ്ങളുടെ മോചനം, മനുഷ്യരെന്ന നിലയിലുള്ള മോചനം, മനുഷ്യരുടെ അവകാശങ്ങൾ, ഇതൊക്കെയായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്, മുന്നോട്ട് വെച്ചതെന്നാണ്. അപ്പം അതാണ് പിന്നീട് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് വി.ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞതിലും ഈ സാർവത്രിക മനുഷ്യനെയാണ് നമുക്ക് കാണാൻ പറ്റുക. 1888 ഒരുപക്ഷെ കേരള നവോത്ഥാനത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പോലും പറയാവുന്ന ഒരു സംഭവമാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നത്. 1888 നടക്കുന്നതാണത്. അത് യഥാർത്ഥത്തിൽ ഒരു കല്ലിനെ ദൈവമാവാം, വേണമെങ്കിൽ ഈഴവനുമാവാം എന്ന ഒരു സന്ദേശത്തിലൂടെ മനുഷ്യനെയാണ് നാരായണ ഗുരു ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇച്ഛ മാത്രമാണ്, അതിലപ്പുറം ഒന്നുമല്ല. അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഇച്ഛയിലപ്പുറം ഒന്നുമല്ല ദൈവം എന്ന ഒരു കാഴ്ചപ്പാട്, ഒരു മാനവിക കാഴ്ചപ്പാടായിരുന്നു. യഥാർത്ഥത്തിൽ പ്രധാനം മനുഷ്യനാണ് എന്ന ഒരു സന്ദേശം വളരെ ശക്തമായി മുന്നോട്ട് വെച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ അപ്പുറം ഒക്കെ പറയാൻ പറ്റുന്നതാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സ്വാഭാവികമായ ഇത്തരം മഹത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ആശയങ്ങളുടെയൊക്കെ ഫലമായി സ്വാഭാവികമായി ഉണ്ടാവേണ്ടിയിരുന്ന മതനിരപേക്ഷവൽക്കരണം നിർഭാഗ്യവശാൽ തിരിച്ചു പോവുകയാണ് എന്നതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന പരിതാപകരമായ അവസ്ഥ. ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം, നമ്മൾ പലപ്പോഴും കരുതുന്നത് ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം എന്നത് വെറും മത പരിഷ്കരണ പ്രവർത്തനം മാത്രമാണ് എന്ന് പലപ്പോഴും നമ്മൾ കരുതാറുണ്ട്. യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ നാനാവശങ്ങളെയും സ്പർശിച്ച ഒരു ചിന്താ പ്രസ്ഥാനമായിരുന്നു നവോത്ഥാനം എന്നത്. അത് പ്രത്യേകിച്ചിട്ടും കേരളത്തിൽ അത് വളരെ സവിശേഷമായ രീതിയിൽ തന്നെ അങ്ങനെയായിരുന്നു. കാരണം ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വചനമാണ് ഇതിൽ കൊടുത്തത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടന കൊണ്ട്
ശക്തരാവുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടുക. ഇത് പറയുന്നത് കേരളത്തിൽ വ്യവസായമോ സംഘടനയോ വിദ്യയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്താണ് ഇത് പറയുന്നത്. അന്ന് സ്കൂളുകളൊന്നും ഇല്ലാതിരുന്ന, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇല്ലാതിരുന്ന കാലത്ത് ആണ് നാരായണഗുരു ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ ആധുനികമായ കൊളോണിയൽ മോഡേണിറ്റിയുടെ ഭാഗമായി നമുക്ക് പരിചിതമായ കാര്യങ്ങളായിരുന്നു. സംഘടനയും വിദ്യയും വ്യവസായവും ഒക്കെ. ഒരുപക്ഷെ ഈ പിന്നീട് ശ്രീനാരായണ ഗുരുവിന് ആദ്യകാലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനെ വളരെയധികം പിന്തുണച്ച ആളായിരുന്നു നാരായണ ഗുരു. ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. കാരണം ക്ഷേത്രങ്ങളെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിന് ഉണ്ടായിരുന്നൊരു സങ്കല്പം ആളുകൾക്ക് വന്നിരിക്കാനും യോഗം കൂടാനും മറ്റുമുള്ള ഒരു സ്ഥലം എന്ന നിലക്കായിരുന്നു കണ്ടത്. പക്ഷെ പിന്നീട് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് ശ്രീനാരായണ ഗുരു തന്നെയാണ് ഇനി അമ്പലങ്ങളൊന്നും പണിയേണ്ട ആവശ്യമില്ല, പകരം വിദ്യാലയങ്ങളാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ലൈബ്രറികളാണ് ഉണ്ടാവേണ്ടത്. ക്ഷേത്രം ജാതി വ്യത്യാസത്തെ അധികമാക്കുന്നു. ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുപ്പാൻ ശ്രമിക്കണം, അവർക്ക് അറിവുണ്ടാവട്ടെ, അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള മരുന്ന് എന്നാണ്. അപ്പം അത്തരം അമ്പലങ്ങൾക്ക് പകരം സ്കൂളുകളാണ് വേണ്ടതെന്ന രീതിയിലുള്ളൊരു ആധുനികത എന്നത് യഥാർത്ഥത്തിൽ കൊളോണിയൽ മോഡേണിറ്റിയുടെ തന്നെ സ്വാധീന ഫലമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റത്തിൽ നിന്നുണ്ടായ ഒരു സാമൂഹ്യ പരിഷ്കരണമാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്നത്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊളോണിയൽ മോഡേണിറ്റിയെ തന്നെയാണ്. ഹിന്ദു നവീകരണ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ഈ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു, വ്യത്യസ്ത തലങ്ങളുണ്ടായിരുന്നു. ആത്മീയമായ ഒരു ധാരയുണ്ടായിരുന്നു, ആത്മീയമല്ലാത്തതുണ്ടായിരുന്നു. ഇതിൽ ജ്യോതിറാവ് പൂലെ പോലുള്ള അധകൃത വർഗത്തിൽ നിന്നും വന്ന ജാതി അടിച്ചമർത്തലിനെയും ഐത്തത്തിൻ്റെയൊക്കെ പീഡനം അനുഭവിച്ച ഒരു സമുദായത്തിൻ്റെ നേതാവായിരുന്നു ജ്യോതിറാവ് പൂലെ. ജ്യോതിറാവ് പൂലെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെയാണ് രാജാറാം മോഹൻ റോയ്, അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും വന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ഈ കൊളോണിയൽ ആധുനികതയുടെ നല്ല ആരാധകരായിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം ഇവരുടെയൊക്കെ ഈ ജ്യോതിറാവ് പൂലെ പറഞ്ഞത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയാണ് അധകൃതരായിട്ടുള്ള അൺടച്ചബിലിറ്റിക്ക് വിധേയമായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ആളുകളുടെ മോചനം സാധ്യമാകുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് എന്ന് വളരെ ശക്തമായി വാദിച്ച ആളായിരുന്നു. അതുപോലെ തന്നെയാണ് രാജാറാം മോഹൻ റോയും പറഞ്ഞത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്ന യുക്തിചിന്തയിലൂടെയും ശാസ്ത്രബോധത്തിലൂടെയും മാത്രമാണ് നല്ല ഒരു സമൂഹം നിർമ്മിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം കരുതിയിരുന്നു. രാജാറാം മോഹൻ റോയാണ് അദ്ദേഹം സ്ഥാപിച്ച 1830 അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം എന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു സ്രോതസ്സ്, അതിൻ്റെ തുടക്കം എന്നത് ബംഗാളിലാണ്. ബംഗാൾ നവോത്ഥാനം എന്നറിയപ്പെടുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, കേരളമടക്കം പല ഭാഗങ്ങളിലേക്കും നവോത്ഥാന പ്രസ്ഥാനം വരുന്നത്. ഈ ബ്രഹ്മസമാജം എന്നത് അദ്ദേഹത്തിൻ്റെ അറിവിൽ ഈ ബ്രഹ്മജ്ഞാനം എന്നത് എല്ലാ മതങ്ങളുടെയും നല്ല ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ചിന്താ പദ്ധതി എന്ന നിലക്കായിരുന്നു അദ്ദേഹം കണ്ടത്. പക്ഷേ രാജാറാം മോഹൻ റോയ് ആദ്യകാലത്ത് മതനവീകരണ പ്രസ്ഥാനങ്ങളിലും മതനവീകരണത്തിനും മറ്റുമാണ് മുൻതൂക്കം കൊടുത്തതെങ്കിൽ പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസത്തിനും ലിംഗനീതിക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും ഒക്കെ വളരെയധികം ഊന്നൽ കൊടുത്ത പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. അന്ന് 1929 ഡിസംബർ 4 ബ്രിട്ടീഷ് ഭരണകൂടം സതീ സമ്പ്രദായം നിരോധിക്കുന്നത്. യഥാർത്ഥത്തിൽ സതീ സമ്പ്രദായം ഇന്ത്യയിൽ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിങ് നിരോധിച്ചത് സതീ സമ്പ്രദായത്തിൻ്റെ നിരോധനം എന്നത് അക്കാലം വരെ രാജാറാം മോഹൻ റോയിയെ പോലുള്ള ആളുകളുടെ
ശക്തമായ ആവശ്യം, ഡിമാൻഡിനുള്ള ഒരു നിയമസാധുത നൽകുക എന്നതായിരുന്നു അത്. അത്രയും ശക്തമായിട്ട് സതീ സമ്പ്രദായത്തെ എതിർത്ത വ്യക്തിയാണ് രാജാ റാംമോഹൻ റോയ്. പക്ഷേ ഒരു ഹിന്ദു മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഹിന്ദു പുനരുത്ഥാന ധാരയും ഇന്ത്യൻ നവോത്ഥാനത്തിനുണ്ടായിരുന്നു എന്നത് നമുക്ക് ഈ ദയാനന്ദ സരസ്വതിയുടെ ചിന്തകളിൽ കാണാൻ പറ്റും. അത് ഞാനൊരു ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത്. വേദങ്ങൾക്ക് ശേഷം ഉണ്ടായ ചില മാലിന്യങ്ങളൊക്കെ കടന്നുകൂടിയതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രശ്നം. അതിലൂടെയാണ് ഈ ജാതി വ്യവസ്ഥയൊക്കെ വന്നത്. അതൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഹിന്ദുമതം വളരെ നല്ല പെർഫെക്റ്റ് റിലീജിയനാണ്. അതുകൊണ്ട് വേദങ്ങളിലേക്കാണ് നാം മടങ്ങേണ്ടത് എന്ന ഒരു പുനരുത്ഥാന വാദമായിരുന്നു അദ്ദേഹം ഈ ദയാനന്ദൻ നടത്തിയിരുന്നത്. ഞാൻ 1888 വരം അത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഫലമായുണ്ടായ ഒരു സംഭവം എന്നാൽ കേരളത്തിലൊരു പൊതുമണ്ഡലം രൂപീകരിക്കപ്പെട്ടു എന്നാണ്. ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടായി. ഈ പബ്ലിക് സ്ഫിയർ എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ജർമ്മൻ ചിന്തകനായ ജേർഗൻ ഹാബർമാസ്, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ചിന്തകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമാണ് ഈ പബ്ലിക് സ്ഫിയർ എന്നത്. പലപ്പോഴും അതിനു മുമ്പ് 18-ാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെൻറ്റിന് മുമ്പ് ഒരു പബ്ലിക് സ്ഫിയർ ഉണ്ടായിരുന്നില്ല. പബ്ലിക് സ്ഫിയർ തുടങ്ങുന്നത് ഏതാണ്ട് 16-17 നൂറ്റാണ്ടുകളിൽ വന്നു. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ മൊത്തത്തിൽ ഉണ്ടായ കോഫി ഹൗസുകളും അച്ചടി മാധ്യമങ്ങളുടെയൊക്കെ ഫലമായി ഉയർന്ന ഒരു മണ്ഡലമാണ്. അതായത് അതുവരെ അറിവിൻ്റെ കുത്തക ചില കേന്ദ്രങ്ങൾക്ക്, അധികാര കേന്ദ്രങ്ങൾക്കായിരുന്നുവെങ്കിൽ അത് ആ കുത്തക ഇല്ലാതാവുകയും ഓരോ വ്യക്തിക്കും അറിവ് നേടാനും അറിവ് ഉൽപ്പാദിപ്പിക്കാനും അത് പറയാനും അത് ആവിഷ്കരിക്കാനും അഭിപ്രായം പറയാനുള്ള ഒരു മണ്ഡലമാണ് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. അത് രൂപപ്പെടുന്നതിൽ പത്രങ്ങൾക്ക് പങ്കുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് പഴയ ചായക്കടകളും അതുപോലെ തന്നെ ബാർബർ ഷാപ്പുകളും മറ്റും ഒക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് അച്ചടി മാധ്യമങ്ങളുടെ ഈ കോൺട്രിബ്യൂഷനും ഈ പബ്ലിക് സ്ഫിയറിൻ്റെ രൂപീകരണത്തിനുള്ള. അപ്പം ഈ നവോത്ഥാനം കേരളത്തിലുണ്ടാക്കിയത് ഈ യൂറോപ്പിൽ ഉണ്ടായ അതുപോലുള്ള ഒരു പബ്ലിക് സ്ഫിയറിൻ്റെ നിർമ്മിതിയാണ് എന്ന് കാണാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു മത നവീകരണത്തിലോ സമുദായ നവീകരണത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നില്ല. മറിച്ച് എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അവയൊക്കെ സ്പർശിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു നവോത്ഥാനം എന്നത്. 1888 പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് കേരളത്തിൽ ആദ്യത്തെ മുതലാളിത്ത മൂലധന വ്യവസ്ഥയിലധിഷ്ഠിതമായ ഒരു കമ്പനി രൂപീകരിക്കപ്പെടുന്നത് 1888 അന്നാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ കമ്പനി എന്ന കമ്പനി 1888 രൂപീകരിച്ചു. അപ്പം അതിൻ്റെ ആ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പ്രതിഷ്ഠ പോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് മലയാള മനോരമ കമ്പനിയുടെ രൂപീകരണം. എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു അതുവരെ അങ്ങനൊരു പരിചയമില്ലാത്ത, ആർക്കും അറിയാത്ത ഒരു രീതിയായിരുന്നു, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു തുടക്കമായിരുന്നു 1888 എന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, SNDP, NSS പോലുള്ള സമുദായ സംഘടനകൾ പോലും രൂപീകരിച്ചത്, രജിസ്റ്റർ ചെയ്തത് ഈ പറഞ്ഞ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ എന്ന രീതിയിലായിരുന്നു അവയൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ 1888 തന്നെയാണ് ആദ്യത്തെ നിയമനിർമ്മാണ സഭ, പരിമിതമായ അധികാരങ്ങളോടെ ആണെങ്കിൽ പോലും തുടങ്ങുന്നത് 1888. ഇതുണ്ടാക്കിയ, അതായത് കൊളോണിയൽ മൊഡേണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇത്തരം സംഭവങ്ങളൊക്കെ വരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ടാണ്
അപ്പു നെടുങ്ങാടി എന്ന് പറഞ്ഞ കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ നോവലുകൾ, ആഖ്യായികകൾ എന്ന് വിളിക്കുന്ന നോവലുകൾ, ആദ്യകാല നോവലുകളിലൊന്നായ കുന്തലത എഴുതിയ അപ്പു നെടുങ്ങാടി ആണ് ആദ്യത്തെ കേരളത്തിൽ ബാങ്ക് തുടങ്ങുന്നത്. നെടുങ്ങാടി ബാങ്ക് എന്ന് അടുത്ത കാലം വരെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അത് അടുത്ത കാലത്ത് ലയിക്കുന്നത് വരെ കേരളത്തിൽ പ്രവർത്തിച്ച ഒരു ബാങ്കായിരുന്നു അത്. 1899 തുടങ്ങിയാണ്. പിന്നീട് സമുദായ നേതാവൊക്കെ ആയിരുന്ന മിതവാദി സി കൃഷ്ണൻ, അദ്ദേഹം തുടങ്ങിയ ബാങ്കാണ് കാലിക്കറ്റ് ബാങ്ക്. അതും അന്നത്തെ അതുവരെ ഇല്ലാതിരുന്നൊരു പുതിയ വ്യവസ്ഥ, പുതിയൊരു സമ്പദ് വ്യവസ്ഥയുടെ പരിചയപ്പെടുത്തലായിരുന്നു ഇവരൊക്കെ ചെയ്തത്. ആ ബാങ്കും കുറേ കാലം 20-30 വർഷത്തോളം നിന്നിരുന്നു, ഈ കാലിക്കറ്റ് ബാങ്ക് എന്ന ബാങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞാണ് നവോത്ഥാനവും അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. കാരണം ഈ അച്ചടി മാധ്യമങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് വർത്തമാന പത്രം എന്ന രീതിയിലായിരുന്നില്ല അതിൻ്റെ തുടക്കം. കേരളത്തിൽ അച്ചടി മാധ്യമങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. മിഷണറിമാരായിരുന്നു പ്രത്യേകിച്ചിട്ടും തലശ്ശേരിയിലെ രാജ്യസമാചാരം, ഗുണ്ടർട്ടൊക്കെ തുടങ്ങിയ രാജ്യസമാചാരം, പശ്ചിമോദയം പോലുള്ള പത്രങ്ങൾ 1847 തുടങ്ങിയ പത്രങ്ങളാണ് ഈ രണ്ടും. തലശ്ശേരിയിലാണ് രണ്ടും തുടങ്ങുന്നത്. രണ്ടും അതുപോലെ തന്നെ മറ്റ് പത്രങ്ങളൊക്കെ, ജ്ഞാനനിക്ഷേപം എന്ന് പറഞ്ഞൊരു മറ്റൊരു പത്രമുണ്ട്. ഇതൊക്കെ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കുക എന്നതിൻ്റെ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ പത്രങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ പാർശ്വഫലം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ സമൂഹത്തിലുണ്ടായ നേട്ടമെന്നത് അത് മിഷണറി പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല എന്നാണ്. നമ്മുടെ അറിവിൻ്റെ മേഖലയിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞു. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അതുവരെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത് ഒരു വാമൊഴി സംസ്കാരമായിരുന്നു. ഒരു വാമൊഴി കേന്ദ്രീകൃതമായ ഒരു സംസ്കാരത്തിൽ നിന്നും ഒരു അച്ചടി കേന്ദ്രീകൃതമായ സംസ്കാരത്തിലേക്ക് മാറുന്നതോടുകൂടി, അതാണ് അതുണ്ടാക്കിയ ഒരു വലിയ മാറ്റം. അത് മാറുന്നതോടുകൂടി തന്നെ അത് അറിവിൻ്റെ വ്യാപനത്തെ വളരെയധികം സഹായിച്ചു. നേരത്തെ അറിവ് എന്നത് ചില സമുദായങ്ങളിൽ സവർണരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അറിവിൻ്റെ കുത്തക ഇല്ലാതാവുകയും അറിവ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ഈ അന്നത്തെ പത്രമാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന് കാണാം. ഇന്ന് ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, പലപ്പോഴും അത്തരം ഒരു അച്ചടി മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലമായിട്ടൊക്കെ ഉണ്ടായ ഈ ആധുനികതയുടെ ഗുണഭോക്താക്കളാണെങ്കിൽ പോലും പലപ്പോഴും ആധുനികതയെ അതിന് അപകടപ്പെടുത്തുന്ന പല പ്രവണതകളെയും മാധ്യമങ്ങൾ പിന്തുണക്കുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അക്കാലത്ത് ഈ വാമൊഴി സംസ്കാരമുള്ളത് കൊണ്ട് തന്നെ ഒരു പൊതുഭാഷയുണ്ടായിരുന്നില്ല. പൊതുഭാഷ എന്നത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന, എല്ലാവർക്കും കോമണായിട്ട് അറിയാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പൊതുഭാഷ നിർമ്മിക്കാൻ കഴിഞ്ഞു ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട്. അതായത് 17-18 നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അച്ചടി മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്, അതിന് സമാനമായ മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും ഈ അച്ചടി മാധ്യമങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റും. കാരണം ആദ്യമായിട്ടാണ് ഭരണകൂടങ്ങളെ തുറന്നെതിർക്കുകയും അതിൻ്റെ ഫലമായി ഭരണകർത്താക്കളുടെ അപ്രീതിക്ക് പാത്രമാവുകയും ശിക്ഷ അനുഭവിക്കേണ്ടിയൊക്കെ വന്നു മാധ്യമങ്ങൾക്ക്. അത്ര ശക്തമായ വിമർശനങ്ങൾ ഈ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ ഉള്ള ഒരു ബോധം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. അതുമൂലം ഒരു പൊതുമണ്ഡലവും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു പബ്ലിക് സ്പേസും കേരളത്തിൽ ഉണ്ടായി എന്നതാണ്. ഇത്
പിന്നീട് ഇതിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയ പ്രക്രിയ, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ. അത് പിന്നീട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്കും പിന്നീട് ഇന്ത്യ സ്വതന്ത്ര രാജ്യമാകുന്നതിലൊക്കെ നയിക്കുന്നത് ഈ ഒരു ഈ നവോത്ഥാനം തുടങ്ങി വെച്ച പുതിയ ബോധ്യങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലക്കാണ് കാണേണ്ടത്. ഒരു സംവാദ സംസ്കാരം നമുക്കുണ്ടായി. ഇതിൻ്റെ ഫലമായി ഈ പത്രങ്ങൾ, അച്ചടി മാധ്യമങ്ങളുടെ ഒന്നോർക്കുക, ഈ പലപ്പോഴും മാധ്യമങ്ങൾ ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്രിസ്തു മതത്തെ ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം, തീർച്ചയായിട്ടും. പക്ഷേ അതിലൂടെ ചില ചിന്തകൾ, ചില ആശയങ്ങൾ ജനങ്ങളിലേക്ക് വരുന്നു. ഒരു ഉദാഹരണത്തിന്, എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങൾ ജാതി ഭേദമില്ലാതെ ആർക്കും ഇരിക്കാവുന്ന ഇടമാണ്. അത് ഹിന്ദുമതത്തിനെ എതിർക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആർക്കും വന്നിരിക്കാം. ക്രിസ്തു മതത്തിൽ ഹിന്ദു മതത്തെ പോലെ ജാതി ഭേദങ്ങളൊന്നുമില്ല, ജാതി വ്യത്യാസങ്ങളില്ല, എല്ലാവരും തുല്യരാണ്. എല്ലാവരും തുല്യരായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെയാണ് ഈ പൊയ്കയിൽ അപ്പച്ചനൊക്കെ പിന്നെ വിട്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പം ആ ഒരു ചിന്ത, എല്ലാ മനുഷ്യരും തുല്യരാണ്, തുല്യ പദവി എന്ന സങ്കല്പമൊക്കെ ഉണ്ടാകുവാൻ, നമ്മുടെ മനുഷ്യ മനസ്സിലേക്ക് കടത്തിവിടുവാൻ ഇത്തരം പത്രമാധ്യമങ്ങൾക്ക് സാധിച്ചു എന്നത്, മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അതിന് സാധിച്ചു എന്നത് സമൂഹത്തിലെ മാറ്റത്തിനൊരു കാരണമായി എന്ന് പറയാൻ പറ്റുന്നതാണ്. ഞാനിത് ഞാൻ പറഞ്ഞില്ലേ, ഈ പക്ഷിമോദയം, അതുപോലെ തന്നെ രാജ്യസമാചാരം, ജ്ഞാനനിക്ഷേപം 1847 ആദ്യത്തെ 2 പത്രങ്ങളും തുടങ്ങിയത്. 1848 മൂന്നാമത്തെ പത്രം. ഇതിൽ ഈ പശ്ചിമോദയം ശരിക്കും പറഞ്ഞാൽ കുറേ കൂടി ലോക വർത്തമാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പത്രം എന്ന് പറയാം. ഇന്നത്തെ പോലെ ഡെയിലി പത്രങ്ങളായിരുന്നില്ല, ആഴ്ചകളിലോ മാസങ്ങളിലോ ഒക്കെ ഇറങ്ങുന്ന പത്രങ്ങളായിരുന്നു. ചിലതിൽ മതകാര്യങ്ങളിൽ ആണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ മറ്റു ചിലതിൽ മതകാര്യങ്ങളോടൊപ്പം പൊതുകാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സവിശേഷത ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഈ ഒരു ആധുനികതയുടെ ഒരു സന്ദേശം ക്രിസ്തുമത പ്രചരണത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ആധുനികതയുടെ ഒരു സന്ദേശം എത്തിക്കാൻ ഈ പത്രങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. ഇപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 19-ാം നൂറ്റാണ്ടിലെ അന്ത്യഭാഗത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലൊക്കെ വൻ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ, തൊഴിൽ മേഖലകളിൽ, വ്യവസായങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതെന്നും, അതുപോലെ തന്നെ അനീതിയെക്കുറിച്ച്, മനുഷ്യൻ്റെ നീതി നിഷേധത്തെക്കുറിച്ചൊക്കെ ഉള്ള ബോധ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ പത്രങ്ങൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നമുക്കൊക്കെ അറിയാം, കേരള പഞ്ചമിയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. പിന്നീട് വളരെ മൂർച്ചയേറിയ നാവ് കൊണ്ട് അന്ന് നിലനിന്നിരുന്ന ഭരണകൂടത്തിൻ്റെ എതിരെ, ഭരണകർത്താക്കൾക്കെതിരെ അതിനിശിതമായ വിമർശനം ഉന്നയിച്ച് 1910 ഡിസംബർ മാസത്തിൽ അദ്ദേഹം അവിടെ നിന്ന് നാട് കടത്തുകയും അദ്ദേഹത്തിൻ്റെ പത്രം പൂട്ടുകയും ചെയ്തു, അന്നത്തെ ദിവാൻ. അപ്പം അത്തരം ശക്തമായ ചോദ്യം ചെയ്യലുകൾ അക്കാലത്ത് പത്രമാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ്. ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അക്കാലം വരെ ഉണ്ടായിരുന്നത് ചില പ്രമാണിമാർക്കും ചില ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമായിരുന്നുവെങ്കിൽ ഈ പത്രങ്ങളുടെ നവോത്ഥാനത്തെ വന്ന പത്രങ്ങളുടെ ഒക്കെ ഫലമായിട്ട് പൊതുജനങ്ങൾക്കും ഒരു പൊതുജനാഭിപ്രായം ഉണ്ട് എന്ന അവകാശം സ്ഥാപിക്കപ്പെട്ടു എന്നാണ്. ഈ അഭിപ്രായത്തെക്കുറിച്ച് കേരള പഞ്ചിക എന്ന പത്രത്തിൽ വളരെ കൃത്യമായിട്ട്, വളരെ കൃത്യമായി പറയുന്നുണ്ട്. പത്രങ്ങൾക്ക് പ്രധാനമായി 2 കടമയുണ്ട്. ഒന്നാമതായി ജനസാമാന്യത്തിൻ്റെ അഭിപ്രായത്തെ രൂപപ്പെടുത്തുക, രണ്ടാമത് ജനസാമാന്യത്തിൻ്റെ അഭിപ്രായത്തെ അനുവർത്തിക്കുക. ഇവയിൽ ഒന്നാമത്തെ കൃത്യമാണ് ഈ നാട്ടിൽ അധികമായി ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ ജനാധിപത്യം രാജ്യത്തിനും
പൊതുജനങ്ങൾക്കും തമ്മിലുള്ള ബന്ധത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ല. അതിനാൽ അവരെ വഴി നടത്തി രാജ്യതന്ത്രികളിൽ നിന്ന് ന്യായാവകാശങ്ങളെ വാങ്ങുകയും അവരുടെ സങ്കടങ്ങളെയും ആവശ്യങ്ങളെയും നിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടത് ഭാഷാപത്രങ്ങളുടെ കൃത്യമാകുന്നു എന്ന് കേരള പഞ്ചികയിൽ അതിൻ്റെ എഡിറ്റോറിയൽ തുറന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതുവരെ പൊതുജനാഭിപ്രായം എന്ന ഒരു പരിപാടി ആർക്കും അറിയില്ലായിരുന്നു. പൊതുജനാഭിപ്രായമൊന്നില്ല, പൊതുജനങ്ങൾക്കൊന്നും അഭിപ്രായമേ ഇല്ല. അഭിപ്രായം പറയാൻ നിയോഗിക്കപ്പെട്ടവരുണ്ട്, അവരാണ് അറിവുള്ളവർ, അവരാണ് പ്രമാണിമാർ, അവർക്ക് മാത്രം പറഞ്ഞാൽ മതി എന്ന നിലയിൽ നിന്നും ഒരു സ്വതന്ത്രമായ പബ്ലിക് സ്ഫിയറിലേക്ക് രൂപപ്പെടുത്തുന്നതിൽ പത്രങ്ങൾ പങ്കുവച്ചു. ഞാൻ ഇവിടെ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത് നവോത്ഥാനത്തിന്, കേരളത്തിലെ നവോത്ഥാനത്തിന് പത്രങ്ങൾ വഹിച്ച പങ്ക് വലുതാണ് എന്ന് പറയാനാണ്. അതേപോലെ തന്നെ അക്കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പത്രങ്ങൾ മാത്രമല്ല, അവർണ വിഭാഗങ്ങൾ എന്ന് പറയുന്നവരിൽപ്പെട്ട ഇപ്പം ഈഴവ സമുദായത്തിലും അതുപോലെ തന്നെ ദളിത് സമുദായത്തിലൊക്കെ ഉള്ള ആളുകളും ഇപ്പം സഹോദരനയ്യപ്പൻ്റെ സഹോദരൻ എന്ന പത്രം തുടങ്ങുന്നത് ആ കാലത്താണ്. അതിനെ തുടർന്ന് മറ്റ് പത്രങ്ങൾ വരുന്നു. പിന്നെ ദേശീയ പ്രസ്ഥാനം ശക്തമായപ്പോഴാണ് നമ്മുടെ മാതൃഭൂമി പത്രവും അതുപോലെ തന്നെ ആ കാലത്ത് അൽ അമീൻ എന്ന് പറഞ്ഞ പത്രം അത് പൂട്ടിപ്പോയി. പിന്നെ ദേശാഭിമാനി 1942 അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ശബ്ദമായിട്ട് വരികയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, എങ്ങനെയാണ് നവോത്ഥാനം മതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ മതനവീകരണം തന്നെയായിരുന്നു നവോത്ഥാനത്തിൻ്റെ പ്രധാന ഉദ്യമം. അതിനപ്പുറത്തേക്ക് വിവിധ മേഖലകളെ സ്പർശിച്ചുവെങ്കിലും അത് തന്നെയാണ് ഒരുപക്ഷെ നവോത്ഥാനത്തിൻ്റെ ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ തന്നെയാണ് പിന്നീട് പുനരുത്ഥാനത്തിലേക്കും കാലഹരണപ്പെട്ട പലതും തിരിച്ചു വരുന്നതിലൊക്കെ സാധ്യമാക്കിയത് ഈ ബ്ലൈൻഡ് സ്പോട്ടുകളാണ്. നമ്മളൊരിക്കൽ കരുതിയത് പരിവർത്തനത്തിനെതിരെ മാനവീകരണമാണ് നവോത്ഥാനം മുന്നോട്ട് വെച്ചതെങ്കിൽ ഇന്ന് മനുഷ്യനെ തന്നെ മതവൽക്കരിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു രീതി ഇന്ന് നാം കണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കേരള സമൂഹം ഇന്ന് മതങ്ങളിലേക്കും ജാതികളിലേക്കൊക്കെ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞ ചില ബ്ലൈൻഡ് സ്പോട്ടുകളെ നമ്മൾ കാണാതിരുന്നുകൂടാ. നവോത്ഥാനത്തിൻ്റെ മതപരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുമതത്തെ, ഞാൻ ഹിന്ദുമതത്തെ ഒരു ഉദാഹരണമായി എടുക്കുകയാണ്. കാരണം പ്രധാനമായും ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെയായിരുന്നു അക്കാലത്തെ മതനവീകരണ പ്രസ്ഥാനം ശക്തമായി ഉണ്ടായിരുന്നത്. ഹിന്ദുമതത്തെ ഒന്ന് പുനഃസങ്കല്പിക്കാനുള്ള ഒരു പരിശ്രമം ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നത് കാണാതിരുന്നുകൂടാ. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ അതിൻ്റെ ഒരു ഉദ്ദേശം അത്തരം ഒരു റീ ഇമാജിൻ ചെയ്യാനുണ്ടായ ഒരു ആവശ്യകത അന്നുണ്ടായിരുന്നത് ഹിന്ദുമതം വിട്ട് ആളുകൾ ഹിന്ദുമതത്തിലുണ്ടെന്ന് കരുതിയ ആളുകൾ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത് ഏതു വിധേനയും തടയുക. കാരണം ഹിന്ദുമതത്തെ നമ്മൾ വിചാരിക്കുന്ന അത്ര അതിലങ്ങനെ ജാതീയത എന്നൊക്കെ പറയുന്നത് അതിലേക്ക് വന്ന മാലിന്യങ്ങളാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഹിന്ദുമതവും വളരെ നല്ല മതമാണ്. ഈ പരിവർത്തനത്തെ തടയുക എന്നതായിരുന്നു അക്കാലത്തെ മതപരിവർത്തന പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നത്. അതായത് അവർണരും ഹിന്ദുവാണ്, അവർക്കും ഈ മതത്തിൽ തുല്യ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് തുല്യതയുണ്ട്, അവർക്കും മനുഷ്യരെ പോലെ ജീവിക്കാം എന്നൊക്കെയുള്ളൊരു മെസ്സേജായിരുന്നു അന്നത്തെ ഹിന്ദുമത നവീകരണ പ്രസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. ഇത് ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് നമുക്ക് കാണാം. അതായത് ഹിന്ദുമതത്തെ തന്നെ പുനഃസങ്കല്പിക്കുവാനുള്ള ഒരു പ്രവണതയ്ക്ക്
അത് തുടക്കം കുറിച്ചു. ഈ പ്രവണത ഹിന്ദുമതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നവോത്ഥാനം എന്നത് നവോത്ഥാന ചിന്ത, നവോത്ഥാന ആശയം കേരളത്തിൽ സ്പർശിക്കാത്ത ഒരു മതവും ഒരു മേഖലയുമില്ല, ഒരു സമുദായവുമില്ല. എല്ലാ സമുദായങ്ങളെയും എല്ലാ മതങ്ങളെയും അത് ഏറിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിലും ഈ നവോത്ഥാനം ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. എന്നാൽ ഈ പ്രവണത, അതായത് ഹിന്ദുമതത്തെ പുനഃസങ്കല്പിക്കുന്ന, ഹിന്ദുമതത്തെ നവീകരിച്ച് ഒരു ഹൈന്ദവ ബോധമുണ്ടാക്കുന്നതിനെതിരെ അക്കാലത്ത് തന്നെ വളരെ ശക്തമായി അതിനെ എതിർത്ത, അതിൻ്റെ അപകടം മനസ്സിലാക്കിയ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ 1934 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ വെച്ച് ഗാന്ധിജിക്കൊരു സ്വീകരണം കൊടുക്കേണ്ടായി. ഒരു വലിയ സ്വീകരണമായിരുന്നു. ആ സ്വീകരണത്തിൽ അയ്യപ്പൻ രചിച്ച ഒരു മംഗളപത്രം ഗാന്ധിജിക്ക് നൽകുകയുണ്ടായി. മംഗളപത്രത്തിൽ പറയുന്ന, വലിയ നീണ്ട മംഗളപത്രമാണ്, അതിൽ പറയുന്ന ഒരു ചെറിയ ഒരു ഉദ്ധരണിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗം വളരെ കൃത്യമായി പറയുകയാണ്: ഇത് ഹിന്ദുമതം ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമായി നടത്തിക്കൊണ്ടുപോകുന്ന അങ്ങയുടെ നയത്തോട്, ഗാന്ധിജിയുടെ നയത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നാണ്. അന്ന് തന്നെ വാണിംഗ് കൊടുക്കുകയാണ്. ഐത്തോച്ചാടനം വെറും മാനുഷ സേവാ വേലയാണ്. അതിനെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വേലയോട് ഘടിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സാരമായി ബാധിക്കുന്നതാണ് എന്ന് സഹോദരൻ അയ്യപ്പൻ വളരെ കൃത്യമായി ഗാന്ധിജിയെ മുന്നിൽ വെച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് പറയുകയാണ്. അതായത് മംഗളപത്രത്തിൽ പറയുകയാണ്. ഇതിന് ഗാന്ധിജി മറുപടിയും കൊടുക്കുന്നുണ്ട്. വളരെ തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല അതിന് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുമതം ശുദ്ധീകരിക്കാനുള്ള അങ്ങയുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമല്ല, ഭയമാണുണ്ടാകുന്നത്. അധകൃതർക്ക് ഹരിജനപ്പേര് കൊടുത്തും ഒരു സ്വാഭിമാനമുള്ള അധകൃതർ വെറുക്കേണ്ടതായ രാമനാമം ജപിക്കുവാൻ അവരോട് പറഞ്ഞും ഗോമാംസ ഭക്ഷണം സംബന്ധിച്ചുള്ള ഹിന്ദുക്കളുടെ യുക്തിശൂന്യമായ അറപ്പു ശീലിക്കാൻ അവരോട് ഉപദേശിച്ച് അവരുടെ ഹൈന്ദവീകരണം പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതായ അംശമെങ്കിലും അങ്ങയുടെ ഹിന്ദുമത ശുദ്ധീകരണ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുകളയണമെന്നും ഞങ്ങൾക്ക് അപേക്ഷയുണ്ട് എന്നാണ് ആ സമ്മേളനത്തിൽ, ആ സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് സഹോദരൻ അയ്യപ്പൻ കൊടുത്ത ഈ സന്ദേശത്തിൽ പറയുന്നത്. അക്കാലത്ത് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ സത്യാഗ്രഹികളെ കാണാൻ വേണ്ടി ഗാന്ധിജി കേരളത്തിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പം ആ സമയത്ത് അന്നത്തെ യാഥാസ്ഥിതിക ഹിന്ദു നേതാവിനെ ആയിട്ടൊരു സംഭാഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, ഒരു നമ്പ്യാതിരി എന്നതാണ് അദ്ദേഹം പറയുന്നത്, ജാതി എന്നത് ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അതിന് തെളിവായിട്ട് അദ്ദേഹം ശങ്കരസ്മൃതി ഗാന്ധിജിക്ക് കാണിച്ചു കൊടുക്കുന്നു. അന്ന് ഗാന്ധിജിയോട് ഈ ശങ്കരസ്മൃതി എന്ന് പറയുന്നത് ശങ്കരൻ രചിച്ചതല്ല എന്ന് പറഞ്ഞ ആളാണ് ആഗമനാനന്ദൻ എന്ന സമുദായ നേതാവ്. അദ്ദേഹം ഈ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു. ഈ ആഗമനാനന്ദൻ പറഞ്ഞത് ഹിന്ദുമതത്തിൽ പിന്നീട് കയറിക്കൂടിയ മാലിന്യങ്ങളാണ് ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയും മറ്റും. അതൊക്കെ ഇല്ലാതാക്കൂ, വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങൂ. യഥാർത്ഥ ഹിന്ദുമതത്തിൽ ജാതിയൊന്നുമില്ല, ജാതിയൊക്കെ പിന്നീട് വന്ന് കൂടിയതാണ് എന്ന ഒരു സന്ദേശമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടായ ചില പ്രവണതകൾ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ന് നടക്കുന്ന ഈ പുനരുത്ഥാന രീതികളെ ഒക്കെ കാണാൻ പറ്റും. ഇത് ഹിന്ദുമതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് മറ്റു മതങ്ങളിലും ഉണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ ഡിവൈൻ കോമഡിയെക്കുറിച്ച് പറഞ്ഞു, ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡിയെക്കുറിച്ച് പറഞ്ഞു. ഇറ്റാലിയൻ ഭാഷയിൽ ആദ്യമായിട്ട്
ഒരു മഹത്തായ സാഹിത്യകൃതി രൂപീകരിക്കുന്നു. അത് അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളുടെയും ലംഘനമായിരുന്നു. അതുപോലുള്ള സമാനമായ കാര്യങ്ങൾ ഇവിടെയും നടന്നിരുന്നു. ഇപ്പം കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ, അതുപോലെ തന്നെ AR രാജരാജവർമ്മ എന്നിവർ ഇവിടെ ശാകുന്തളം മലയാളത്തിലാക്കി. അത് മലയാളത്തിൽ മാത്രമല്ല മണിപ്രവാളത്തിലും. അതുപോലെ തന്നെ മഹാഭാരതം മലയാളത്തിൽ വന്നു. പിന്നെ വള്ളത്തോളിൻ്റെ പുരാണങ്ങൾ മലയാളത്തിലാക്കി. പുരാണങ്ങളും ഋഗ്വേദങ്ങളും ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതൊക്കെ ഒരു ഏകാത്മകമായ ഒരു ഹൈന്ദവ ബോധമുണ്ട് എന്ന ഒരു നില, ഒരു ബോധം ഉണ്ടാക്കാൻ ഈ പറയുന്ന സാഹിത്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ വലിയ മാറ്റങ്ങളൊക്കെ സഹായിച്ചു എന്ന് കാണാൻ പറ്റുന്നു. ഒരു അത്തരം അതുവരെ ഇല്ലാതിരുന്ന ഈ സമുദായ പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന, അതുവരെ ഇല്ലാതിരുന്ന ഒരു ഹൈന്ദവ ബോധം ഉണ്ടാക്കുവാൻ ഈ പറഞ്ഞ നവോത്ഥാന പ്രവണതകൾക്ക് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ മറ്റൊരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയാം. പക്ഷേ ഇന്നത് ആ സൈഡ് ഇഫക്റ്റാണ് ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ജാതി മത സമുദായങ്ങളും ആ സമുദായങ്ങളെ എങ്ങനെയാണ് ആധുനിക മൂല്യങ്ങൾ, കൊളോണിയൽ ആധുനികതയുടെ ഭാഗമായി ഇവിടെ ഉണ്ടായ ആധുനിക മൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തുക, പരിഷ്കരിക്കുക, അതിനനുസൃതമായി പരിഷ്കരിക്കുക എന്നതായിരുന്നു സമുദായ പരിഷ്കരണങ്ങളുടെയൊക്കെ ലക്ഷ്യം അക്കാലത്ത്. എങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് സ്കൂളുകൾ തുടങ്ങണം, പിന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ സമുദായം എങ്ങനെയാണ് ആധുനികതയുമായിട്ട് ഈ പരമ്പരാഗതമായി നിലനിന്ന വിശ്വാസങ്ങളിൽ നിന്ന് മാറി ആധുനികതക്കനുസൃതമായി മതങ്ങളെ, ജാതികളെ, സമുദായങ്ങളെയൊക്കെ മാറ്റുക എന്നതായിരുന്നു ഈ സമുദായ പരിഷ്കരണങ്ങളുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ സമുദായ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചത് മറ്റൊരു സൈഡ് ഇഫക്റ്റ് എന്താ വെച്ചാൽ ഒരു തരം സമുദായ സംയോജനം ഉണ്ടായി. ഓരോ സമുദായവും അതിൻ്റേതായ ഓരോ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യപ്പെടുന്നൊരു അവസ്ഥയുണ്ടായി. മറ്റ് സമുദായങ്ങൾ, മറ്റ് വിഭാഗങ്ങൾ അവരിൽ നിന്നും മാറി നിന്ന് നമ്മുടെ സമുദായം, എൻ്റെ സമുദായം, എൻ്റെ മതം എന്ന ഒരു ചിന്തയുണ്ടായി. യഥാർത്ഥത്തിൽ നവോത്ഥാനം ലക്ഷ്യമിട്ടത് ഒരു സോഷ്യൽ സോളിഡാരിറ്റിക്ക് വേണ്ടിയായിരുന്നു. സമൂഹത്തിൻ്റെ ഒരു ഐക്യദാർഢ്യം ആയിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സമുദായ സംയോജനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചത് ഒരുതരം കമ്മ്യൂണൽ സോളിഡാരിറ്റി ആയിരുന്നു. അതാണ് ഓരോരുത്തരും അവരുടെ സ്വത്വങ്ങളുടെ ഭാഗമാവുന്ന, സ്വത്വങ്ങളുടെ എല്ലാ അതിൻ്റെ കർത്തൃത്വം മുഴുവൻ പേറി നടക്കേണ്ടി വരുന്ന, അങ്ങനെ പേര് നടക്കേണ്ടവർ മാത്രമായി മാറുന്നു മനുഷ്യർ. അങ്ങനെ ഒരു ഗോത്രീയത, ഒരു സ്വത്വവാദം, ഒരു സ്വത്വചിന്ത ഈ പറയുന്ന ഈ സമുദായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി സൈഡ് ഇഫക്റ്റായി ഉണ്ടായി എന്നതാണ്. ഞാനിവിടെ മതം ജാതികളൊക്കെ ഇങ്ങനെ കമ്മ്യൂണൽ സോളിഡാരിറ്റിയിലേക്ക് മാറി വന്നതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്നത് അവയൊക്കെ ജാതികളെയും മതങ്ങളുടെയും ജാതി സ്വത്വത്തെയും മതസ്വത്വത്തെയും ഒക്കെ എളുപ്പത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിൻ്റെ ഫലമായി ഉണ്ടായി എന്നാണ്. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ ഇന്ന് സമകാലിക കേരളത്തിൽ നാം ദിവസേന അനുഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ജാതികളിലും മതങ്ങളിലും ഒക്കെ രാഷ്ട്രീയം കയറി വരുന്നത്, രാഷ്ട്രീയവൽക്കരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അവയെ പ്രീണിപ്പിക്കുന്നത്, തിരിച്ച് ജാതി മതശക്തികൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്, ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ അത്തരം രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ജാതി സമുദായത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അക്കാലത്തെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗാന്ധിജിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നല്ല ഉദ്ദേശമായിരുന്നു ഗാന്ധിജിയുടെ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 1915 ഗാന്ധിജി ഇന്ത്യയിൽ വന്ന മുതൽ
ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രയോറിറ്റി എന്തായിരുന്നു വെച്ചാൽ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദമായിരുന്നു എന്നതാണ്. അങ്ങനെ ആ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുവാൻ തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാൽ സാധിക്കും എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അതിൻ്റെ ഉദ്ദേശം അതായിരുന്നു എന്നാണ്. ഉദ്ദേശത്തിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അതായിരുന്നു ഗാന്ധിജിയുടെ മുഖ്യ അജണ്ട ആയിരുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായി ഉണ്ടായത് നേരെ മറിച്ച് ഉള്ള അനുഭവവും മറ്റുമാണ് കേരളം ആ കാലത്ത് കണ്ടത്. 1921 മലബാർ കലാപം നടക്കുന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിലെ ചില ഭാഗങ്ങളിലെ, പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തെ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കിയ ഒരുതരം അന്ധമായ മതബോധം ആയിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലബാർ കലാപം എന്ന് പറയുന്നത്. നമുക്ക് ഈ മലബാർ കലാപം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും കരുതുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഖിലാഫത്ത് ഇല്ലാതാക്കി, അന്നത്തെ ഖലീഫയെ അബോളിഷ് ചെയ്തു, ഖിലാഫത്തിനെ അബോളിഷ് ചെയ്തു. അത് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ സാമ്രാജ്യത്വം അങ്ങനെ വന്നപ്പം സാമ്രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പം ഇവിടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും യഥാർത്ഥത്തിൽ സാമ്രാജ്യത്തിനെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ രണ്ടിനും ഒന്നിച്ച് ചേരാൻ പറ്റുമെന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് ഇല്ലാതാക്കിയത് ബ്രിട്ടീഷുകാരല്ല. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ, അതിൽ ജർമ്മനി തോറ്റപ്പോൾ, ജർമ്മനിയുടെ ഭാഗമായിരുന്ന ജർമ്മനിയുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഓട്ടോമൻ എംപയർ, അതായത് ഓട്ടോമൻ സുൽത്താൻ തന്നെയായിരുന്നു ഖലീഫയും, ഇസ്ലാമിൻ്റെ നേതൃത്വവും ഖലീഫയും അന്ന് ഈ ഓട്ടോമൻ സുൽത്താനായിരുന്നു. സ്വാഭാവികമായും യുദ്ധത്തിൽ അതുവരെ ഓട്ടോമൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ, അറേബ്യ പോലുള്ള പ്രദേശങ്ങൾ, ഇന്നത്തെ സൗദി അറേബ്യയും ഇറാഖും പോലുള്ള പ്രദേശങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും കീഴിലാവുകയും അതുവരെ ഈ അറേബ്യയിലെ മുസ്ലിം പുണ്യസ്ഥലങ്ങളായ മക്കയും മദീനയും ഒക്കെ ഓട്ടോമൻ സുൽത്താൻ എന്ന ഖലീഫയുടെ സംരക്ഷണത്തിലായിരുന്നത്. ആ സംരക്ഷണത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ആ സംരക്ഷണം, കാരണം അറബികൾക്ക് അത് ഇഷ്ടമല്ല. അറേബ്യയിൽ നിന്ന് അതിന് എതിർക്കുന്നു. കാരണം അറേബ്യ കാണുന്നത് തുർക്കികളുടെ ഒരു സാമ്രാജ്യത്വമായിട്ടാണ്, സാമ്രാജ്യത്വ അധിനിവേശമായിട്ടാണ് ഓട്ടോമൻ എംപയറിനെ അവർ കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അന്നത്തെ ഖലീഫക്കുണ്ടായിരുന്ന ഈ സംരക്ഷണ ചുമതല ഇല്ലാതാക്കി എന്നതാണ് സംഭവിച്ചത്. 1924 മാത്രമാണ് അന്നത്തെ തുർക്കിയിൽ അധികാരത്തിലേറിയ കമാൽ പാഷ ഈ സുൽത്താനേറ്റ് എന്നുള്ള സംഭവം ഇല്ലാതാക്കുകയും ഖിലാഫത്ത് അവസാനിപ്പിക്കുകയും ചെയ്തത്. അപ്പം പറഞ്ഞു വന്നത് 1923 ഖിലാഫത്ത് അവസാനിപ്പിച്ചത്. അപ്പം ഖിലാഫത്ത് അവസാനിപ്പിച്ചതിനെതിരെ ആയിരുന്നില്ല ഖിലാഫത്ത് പ്രസ്ഥാനം, മറിച്ച് ഈ സംരക്ഷണ ചുമതലയിൽ നിന്നും അന്നത്തെ ഇസ്ലാമിൻ്റെ ഖലീഫയെ ഒഴിവാക്കിയതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അപ്പോൾ ആ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ മലബാറിൽ വന്നത് അന്ധമായ മതബോധമായിരുന്നു എന്നാണ്. ഒരുതരം ഒരു മതസ്വത്വം രൂപപ്പെടുത്തുന്നതിൽ അത് സഹായിച്ചു. ഇസ്ലാമിക് കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നതായിരുന്നു, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നതായിരുന്നു മലബാർ കലാപത്തിൻ്റെ ലക്ഷ്യമെന്നത് തന്നെ. ആ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്രൂരതകൾക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഒരു ഘട്ടത്തിൽ പല പ്രദേശങ്ങളിലും അവർക്കുണ്ടായിരുന്ന നിയന്ത്രണം തന്നെ ഇല്ലാതായിരുന്നു. പിന്നീട് പട്ടാളത്തെ വന്ന് അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് 1922 മലബാർ കലാപം അവസാനിച്ച് അടിച്ചമർത്തിയതിന് ശേഷം മുസ്ലിം സമുദായത്തിലുണ്ടായ ഒരു ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും പറയുന്ന ഒരു മ്ലാനത, ആ മ്ലാനതയെ അവസാനിപ്പിക്കാനായിരുന്നു, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനായിരുന്നു അന്നത്തെ ഐക്യ കേരള സംഘം എന്ന
മുസ്ലിം പണ്ഡിതന്മാരും മറ്റും ചേർന്ന് കൊടുങ്ങല്ലൂരിൽ വെച്ച് രൂപീകരിച്ച 1922 രൂപീകരിച്ചതാണ് അത്. ഞാനതിനൊരു ചെറിയ ചരിത്രം പറഞ്ഞു മാത്രം. ഐക്യ കേരളം എന്നാണ്, അതാണ് മുസ്ലിം ഐക്യത്തെയാണ്. അതുവരെ ഭിന്നിച്ചു നിന്നും വ്യത്യസ്തമായി ഒരു സംയോജനം, ഒരു സ്വത്വം, ഒരു മുസ്ലിം ഐക്യം, എല്ലാ അഭിപ്രായങ്ങളിലും നമുക്ക് ഉദ്ദേശങ്ങൾ പലതുണ്ട്. കോളേജ് തുടങ്ങണം, വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കണം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം, പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്നൊക്കെയുള്ള പല അതിൽ ഇത് തുടങ്ങിയ ആളുകളൊക്കെ പലരും വളരെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകളാണെന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ നവോത്ഥാനത്തിൻ്റെ, മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഐക്യ കേരള സംഘം എന്നതുകൊണ്ട് അതും സംഭവിച്ചത് ഒരുതരം സ്വത്വബോധത്തിലേക്കാണെന്നത്. പിന്നീട് ഈ ഐക്യ കേരള സംഘമാണ് 1924 അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ, ഒരു മുസ്ലിം പണ്ഡിതന്മാരുടെ സഭ രൂപീകരിക്കുകയും അങ്ങനെ മുസ്ലിം സമുദായത്തിലെ എല്ലാ തീരുമാനങ്ങളും ഒരു സമവായത്തോടുകൂടി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സഭ രൂപീകരിക്കുന്നത്. പക്ഷേ 26 ആകുമ്പോഴത്തേക്കും അതിലൊരു വിഭാഗം വേറിട്ട് പോവുകയും അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘമായി പിരിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മളിപ്പോൾ കേരളത്തിൽ പൊതുവിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുമ്പം മുജാഹിദുകൾ അല്ലെങ്കിൽ സുന്നികൾ എന്ന് പറയുന്നതാണ്. എല്ലാവരും കേരളത്തിലെ 99.9% ആൾക്കാരും സുന്നി സമുദായത്തിൽപ്പെട്ടവരാണ്, സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ 1924 ഐക്യസംഘത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു സ്ട്രീമാണ് മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ധാരയായിട്ട് വന്നതെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോയ ഈ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വിഭാഗമാണ് പിന്നീട് സുന്നി വിഭാഗമായിട്ട് കാന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സുന്നി ഫാക്ഷനുകളൊക്കെ ആയിട്ട് മാറുന്നത് അങ്ങനെയാണ്. അപ്പം ഈ ഞാൻ ഈ മലബാർ കലാപത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാണ്. നമ്മൾ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയവൽക്കരണം സഹായിക്കുന്നത് സ്വത്വബോധം നിർമ്മിക്കാനാണ്. സ്വത്വബോധത്തെ, ഇല്ലാത്തൊരു സ്വത്വബോധത്തെ ശക്തിപ്പെടുത്താനും അതിനെ വ്യാപിപ്പിക്കാനും മാത്രമാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ്. എൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. കാരണം നവോത്ഥാനവും ഇടതുപക്ഷവും എന്നത് പലപ്പോഴും കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും ഈ നവോത്ഥാന പ്രക്രിയ ഉണ്ടാക്കിയ പുതിയ ബോധത്തിൻ്റെ അല്ലെങ്കിൽ ചിന്തയുടെ ഒക്കെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത്. അതിൽ പ്രധാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ദേശീയ പ്രസ്ഥാനമെന്ന് വിളിക്കുന്ന കോൺഗ്രസും പുരോഗമന പ്രസ്ഥാനമെന്ന് പറയുന്ന ഇടതുപക്ഷവുമാണ്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഇടതുപക്ഷത്തെ മാത്രം ഞാൻ ഇതിലെടുക്കാൻ കാരണം അത് അവരുടെ ഈ നവോത്ഥാനത്തെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കാനോ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരേപോലെ പങ്കാളികളായിരുന്നു എന്ന് പറയും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നവോത്ഥാനത്തെ ക്ഷീണിപ്പിക്കുന്നതിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ് ഉള്ളത്. ദേശീയ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും, പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും. പക്ഷേ ഇടതുപക്ഷം മാത്രമാണ് നവോത്ഥാനത്തിൻ്റെ അവകാശം ക്ലെയിം ചെയ്യുന്നവർ. അവർ പറയുന്നത് നവോത്ഥാനത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ പിൽക്കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയവരാണ് ഞങ്ങൾ എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു അവകാശം. പലപ്പോഴും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷ ചിന്തകരും മറ്റും. അപ്പം അങ്ങനെ ഇടതുപക്ഷത്തിന് പിൽക്കാലത്ത് അതിൻ്റെ നവോത്ഥാന പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ശൈഥില്യമുണ്ടാക്കിയത് ഈ വിമോചന സമരമായിരുന്നു
അന്നത്തെ ഇടതുപക്ഷ മന്ത്രിസഭയ്ക്കെതിരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ ഉണ്ടായിരുന്ന വിമോചന സമരമായിരുന്നു. ഈ വിമോചന സമരത്തോടു കൂടിയാണ് അതുവരെ ഞാഞ്ഞൂളുകളായി നിന്നിരുന്ന മതവർഗീയ ശക്തികൾ തിരിച്ച് തിരിച്ച് സമൂഹത്തിൻ്റെ നാനാ മേഖലയിലും അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് പൊതുവിൽ കേൾക്കുന്നത്. അല്ലെങ്കിൽ കേരളം വളരെ മനോഹരമായ നവോത്ഥാന മൂല്യങ്ങളൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായി മാറിയേനെ എന്നാണ് അതിൻ്റെ ഒരു വിവക്ഷ എന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ശരിയായ സംഭവമാണ്, ഒരു വീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1959 വിമോചന സമരമുണ്ടായതിനു ശേഷവും ഇവിടെ ഇന്നും ഈ നമ്മുടെ സമകാലിക കേരളത്തിൽ പോലും ഇന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായും സാംസ്കാരികമായും മറ്റ് എല്ലാ മേഖലകളിലും സംഘടനാപരമായും ഒക്കെ വളരെ ശക്തിയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷം എന്നത്. ആ ഇടതുപക്ഷത്തിന് അവർ അവകാശപ്പെടുന്ന നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഇന്ന് പിറകോട്ടടിക്കുന്നുവെങ്കിൽ അതിന് ഒരു മുഖ്യ പങ്കാളിത്തം അവർക്കുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു പി ഗോവിന്ദപിള്ളയുടെ കേരള നവോത്ഥാനം ഒരു മാർക്സിസ്റ്റ് വീക്ഷണം എന്ന പുസ്തകത്തിൽ നിന്നെടുത്തൊരു കോട്ടാണ്. ഞാനിതിൻ്റെ പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ, ഈ പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ എങ്ങനെയൊക്കെ നമ്മുടെ ഈ നവോത്ഥാന മൂല്യങ്ങളെ പിന്മടക്കങ്ങൾക്ക് കാരണമായി എന്നതിന് ഒരു ഉദാഹരണമായി പറയുന്നതാണ്. അദ്ദേഹം അതിൽ പറയുന്നത് മാനവികതാവാദം, ഇതൊക്കെയാണ് നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളാണ്. മാനവികതാവാദം, ജനാധിപത്യം, മതനിരപേക്ഷത, യുക്തിവാദം എന്നീ സിദ്ധാന്തങ്ങളുടെ പട്ടികയിൽ അവ പോലെ തന്നെ ഒരു 5ാമത്തെ ഇനം മാത്രമാണ് സോഷ്യലിസം അഥവാ മാർക്സിസം എന്ന് കരുതുന്നത് വലിയ തെറ്റായിരിക്കും. ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളിലെല്ലാം അടങ്ങിയ ഒരു സത്തായ അംശങ്ങൾ ഉൾക്കൊള്ളുന്നതും ഈ സിദ്ധാന്തങ്ങളുടെ പോരായികകളിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു സമഗ്ര ചിന്താ പദ്ധതിയും കർമ്മ പരിപാടിയുമാണ് സോഷ്യലിസം അഥവാ മാർക്സിസം എന്നാണ്. യഥാർത്ഥത്തിൽ ഈ അന്ധവിശ്വാസം തന്നെയാണ് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഒരു പരിധിവരെ അപകടപ്പെടുത്തിയത്, അല്ലെങ്കിൽ അതിൻ്റെ വേഗത കുറച്ചത് എന്ന് പറയാൻ പറ്റും. കാരണം ഒരുപാട് ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകളെ ഈ അന്ധവിശ്വാസം പിടികൂടുകയും ഈ സ്വതന്ത്ര ചിന്ത, യുക്തിവാദം എന്നൊക്കെ പറയുന്നത് വളരെ മോശം വാക്കായിട്ടാണ് ഇന്ന് കേരളത്തിൽ പല ഇടതുപക്ഷക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മാർക്സിസത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇനിയൊന്നും വേണ്ട, മാർക്സിസം സമഗ്രമായൊരു സിദ്ധാന്തമാണ്. അത് വന്നതോടുകൂടി ഇനി എന്ത് യുക്തിവാദത്തിൻ്റെ കാലം കഴിഞ്ഞു, യുക്തിവാദത്തിൻ്റെ പ്രസക്തി നഷ്ടമായി എന്നാണ് EMS പറയുന്നത്. കമ്മ്യൂണിസവും യുക്തിവാദവും കമ്മ്യൂണിസവും എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഇത് തോമസ് ഐസക്കിൻ്റെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന, നമ്മളൊക്കെ പലരും ഫേസ്ബുക്കിലൊക്കെ വളരെയധികം കമൻറ്റുകൾ ഇതിനെക്കുറിച്ചിട്ട്. തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പം ധനമന്ത്രിയായി പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ആ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ അതിൻ്റെ വ്യത്യസ്തതകളെ കുറിച്ച് പറയാൻ വേണ്ടി എഴുതിയ പോസ്റ്റിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് വിശ്വാസികളും ഇടതുപക്ഷവും തമ്മിൽ പുതിയ പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ കേവല യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യമല്ല മതവിശ്വാസം. അതാണ്. അപ്പം വെറും കേവല യുക്തിവാദം ഈ പറഞ്ഞ യുക്തിവാദം തന്നെയാണ്. ഇതിന് ഇടുന്ന ഒരു പുതിയ ഒരു അഡ്ജക്റ്റീവ് മാത്രമാണ് കേവല യുക്തിവാദം. എന്താണ് കേവല യുക്തിവാദം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് നിഘണ്ടുവിൽ കേവല യുക്തിവാദം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അംഗീകരിക്കാത്ത യുക്തിവാദമാണ് കേവല യുക്തിവാദം എന്ന് പറയുന്നത്. അതാണ് EMSൻ്റെ ആ പുസ്തകത്തിലൊക്കെ കൊടുക്കുന്ന നിർവചനം. അതാണ്. അപ്പം ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ വേറൊരു പുതിയ രൂപമാണ് ഈ യുക്തിവാദം അല്ലെങ്കിൽ കേവല യുക്തിവാദം എന്നത് മോശമായ കാര്യമാണ്. ആ കേവല യുക്തിവാദത്തെ പരിഹസിക്കുക എന്നതാണ് ഇന്നും നമ്മൾ. അതർവൈസ് ഈ
നവോത്ഥാനത്തെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവർ, നമ്മളങ്ങനെ കരുതുന്നില്ല, പക്ഷേ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ നടത്തുന്ന എന്താണ് അവരുടെ വീക്ഷണങ്ങളാണ്, അവരുടെ ഒബ്സർവേഷൻസാണ് ഇതൊക്കെ കാണിക്കുന്നത്. EMSൻ്റെ ഈ യുക്തിവാദം കമ്മ്യൂണിസം ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഉദ്ധരണിയാണ്. ഇതിൽ പറയുന്നത് മതത്തിനും അന്ധവിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമെതിരായ സമരത്തെ സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ നടക്കുന്ന വർഗസമരത്തിന് കീഴ്പ്പെടുത്തുക, വിശ്വാസികളും അവിശ്വാസികളുമായ ബഹുജനങ്ങളെ ആകെ പൊതുശത്രുക്കളായ ചൂഷകർക്കെതിരെ യോജിപ്പിക്കുക, ഇതാണ് മാർക്സിസ്റ്റ് വീക്ഷണം എന്നാണ് EMS വളരെ കൃത്യമായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ വർഗബോധ അധിഷ്ഠിതമായ സമരത്തിൻ്റെ ഭാഗം മാത്രമാണ് യുക്തിവാദം. അതിൻ്റെ ഒരു വാലായിട്ട് നിന്നാൽ മതി. നമുക്കറിയാം എവിടെയാണ് വർഗസമരം ഉണ്ടെന്ന് കരുതിയ ഈ വർഗസമരമല്ല, ഉണ്ടെന്ന് കരുതിയ വർഗബോധം യഥാർത്ഥത്തിലില്ല. വർഗബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ മാർക്സൊക്കെ പറഞ്ഞ പിന്നെ വിപ്ലവമൊക്കെ നടന്നേനെ. പക്ഷേ ഉണ്ടെന്ന് കരുതിയ വർഗബോധത്തിനു മേലെയാണ് മതബോധവും സ്വത്വബോധവും ജാതിയും ഗോത്രീയതയൊക്കെ നിലനിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കാണുന്നത്. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഈ വർഗബോധത്തെ, ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു വർഗബോധത്തെ ഈ പറയുന്ന ചെറിയ കൊച്ചു ബോധങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ആഘോഷം നടക്കുന്നത് ഇത്തരം വ്യത്യസ്ത ഗോത്രീയതകൾ ഉണ്ട്, സ്വത്വങ്ങളുണ്ട്, ആ സ്വത്വങ്ങളെയാണ് ആഘോഷിക്കേണ്ടത് എന്ന പുതിയ നയവുമായിട്ടാണ് പുത്തൻ ഇടതുപക്ഷമെന്ന് വിളിക്കാവുന്ന പോസ്റ്റ് മോഡേണിസ്റ്റുകൾ സിദ്ധാന്തത്തിൻ്റെ രൂപത്തിലൊക്കെ വരുന്നത്. അങ്ങനെയാണ്. അതാണ് ഇപ്പോൾ തിയറി ഓഫ് ഡിഫറൻസസ്, വ്യത്യസ്തതകളെ ആഘോഷിക്കുക. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് വളരെ മോശമാണ്. സാർവത്രികതയ്ക്ക് പകരം വ്യത്യസ്തതകൾ ആഘോഷിക്കുക, വ്യത്യസ്ത സംസ്കാരങ്ങൾ ആഘോഷിക്കുക. അതിൻ്റെ ഭാഗമാണ് ബഹുസാംസ്കാരികത, മൾട്ടി കൾച്ചറലിസം. ഓരോ സംസ്കാരത്തിനും അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ്. അത് ശരിയാണ്. ഓരോ സംസ്കാരത്തിനും ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ചിഹ്നങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. അതാണ് യഥാർത്ഥ മാനവികതയും നവോത്ഥാനത്തിൻ്റെ ആശയവും എന്നത് നാം മറന്നുകൂടാ. ഇത് ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നവോത്ഥാന പ്രക്രിയയിലെ ഒരു ലാൻഡ്മാർക്ക് ഇവൻറ്റ് എന്ന് പറയാവുന്നതാണ് ഈ മിശ്രഭോജനം എന്നത്. 1917 മെയ് 29 അതിൻ്റെ 100-ാം വാർഷികം അടുത്ത വർഷം. എനിക്ക് തോന്നുന്നു ഇന്ന് പല സ്ഥലങ്ങളിലും അതിൻ്റെ 100-ാം വർഷത്തിൻ്റെ വാർഷികത്തിൻ്റെ തുടക്കം തലശ്ശേരിയിലും മറ്റും ഇന്ന് പല സംഘടനകൾ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം, മിശ്രഭോജനം എന്ന ഒരു ലാൻഡ്മാർക്ക് ഇവൻറ്റ്, ഇതുണ്ടാക്കിയ ചലനം, സംഭവം വളരെ ചെറുതാണ്. ചെറായിൽ വെച്ച് ഒരു വീട്ടിൽ വെച്ച് 2 പുലയക്കുട്ടികളെ ഇരുത്തിക്കൊണ്ട് നടത്തിയ മിശ്രഭോജനമാണ് അന്നത്തെ കാലത്ത് ഒരുപാട് ബഹളങ്ങൾക്കും ഈവൻ ശാരീരിക ആക്രമണം പോലും നേരിടേണ്ടി വന്നു. ഒറ്റപ്പെടുത്തലുകൾ, ഈഴവ സമുദായത്തിൽ നിന്ന് പോലും സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആൾക്കാർക്ക് ഈ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. അന്ന് ശ്രീനാരായണ ഗുരു ഈ മിശ്രഭോജനത്തെക്കുറിച്ച് കൊടുത്ത ഒരു സന്ദേശം, സഹോദരൻ അയ്യപ്പന് കൊടുത്ത സന്ദേശം, ആ സന്ദേശത്തിലാണ്, ചെറിയ ഒറ്റ സെൻറ്റൻസ് സന്ദേശമാണ്, ഒരു കടലാസിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആ സന്ദേശത്തിൽ പറയുന്നത് ഇതാണ്: മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്നാണ് ഗുരു വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ പന്തിഭോജനത്തെക്കുറിച്ചാണ് അന്ന് വലിയ ബഹളമുണ്ടായിരുന്നത്. പക്ഷേ അതിൽ മിശ്ര വിവാഹവും കൂടി ശ്രീനാരായണ ഗുരു ചേർത്തു എന്നത് ഒരു വലിയ സംഭവമായിട്ടാണ്. ഇന്ന് നമുക്കറിയാം മിശ്രഭോജനമൊക്കെ ഇന്ന് നമ്മുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കണതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ ആയി. പക്ഷേ വീണ്ടും നമ്മുടെ സാമൂഹ്യ വ്യവഹാരത്തിൽ ജാതിയും മതവും ഒക്കെ തിരിച്ചു വരികയാണ്. നമ്മുടെ വിവാഹം ഏതാണ്ട്
ഒരു മാറ്റവുമില്ലാതെ, വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മുടെ പിന്മടക്കങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക്സ്.